بسم الله الرحمن الرحيم هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا هذا القرآن هو الهادي لأوائلنا وأواخرنا يدعو للعلم وللعمل لا شيء سواه يهذبنا هذا القرآن هو الهادي لأوائلنا وأواخرنا يدعو للعلم وللعمل لا شيء سواه يهذبنا كتاب الله لا شيء سواه يهذبنا نعمل به كتاب الله لا شيء سواه. السلام عليكم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, നാട്ടുകാരെ, പരിസരവാസികളെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പകർത്തണം എന്ന് ഉണർത്തുകയാണ്. ഇത് ഇൽമിന്റെ മജ്‌ലിസാണ്. അറിവിന്റെ സദസ്സിൽ വന്നിരിക്കുവാൻ, അതിന്റെ ബർക്കത്തും നിഅമത്തും സ്വീകരിക്കുവാൻ, അല്ലാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥനക്ക് അർഹരാകുവാൻ, മൃഗങ്ങളുടെയും കൃമികളുടെയും കീടങ്ങളുടെയും പ്രാണികളുടെയും കടലിലെ മത്സ്യങ്ങളുടെയും എല്ലാം പ്രാർത്ഥനക്ക് അർഹരാകുവാൻ പ്രത്യേകമായി അപേക്ഷിക്കുകയാണ്. ഇവിടെ കുറെ കസേരകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്. വിട്ടുനിൽക്കുന്ന സഹോദരങ്ങളെല്ലാവരും അടുത്തേക്ക് വന്ന് സദസ്സിലിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. മുമ്പ് കാലങ്ങളിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സദസ്സിൽ വന്നിരുന്നാൽ മഹല്ലുകളിൽ നിന്ന്, ജമാഅത്തുകളിൽ നിന്ന് പുറത്താക്കുന്ന, കബറടക്കാൻ സമ്മതിക്കില്ലെന്ന് പറയുന്ന, വീമ്പടിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന ഏർപ്പാടുകളുണ്ടായിരുന്നു. ഇന്ന് ആളുകൾക്കൊക്കെ നേരം വെളുത്തു കഴിഞ്ഞു. ബശ്റ ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് ഖുർആൻ പറഞ്ഞു സൂറത്ത് സുമറിൽ. ആരാണ് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അടിമകൾ? അല്ലദീന യസ്തമിഉനൽ ഖൗല, അവർ പ്രസംഗം ശ്രദ്ധിച്ചു കേൾക്കും. യത്തബിഉന അഹ്സനഹു, എന്നിട്ട് ഏറ്റവും നല്ലത് പിൻപറ്റും. ഉലൈക ലഹുദീന ഹദാഹുമുല്ലാഹ്, അവർക്കാകുന്നു അള്ളാഹുവിന്റെ ഹിദായത്ത്.
ഉലൈക ഹുമുൽ ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവന്മാർ. ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന, അവന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരുപാധികം അനുസരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു സംഘം ആളുകളാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാതെ, ബഹുമാനിക്കാതെ, ഇമാം ഷാഫിയെ അനുസരിച്ചു എന്ന് പറഞ്ഞു, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അനുസരിച്ചു എന്ന് പറഞ്ഞു, അബുൽ അഅ്ല മൗദൂദിയെ അനുസരിച്ചു എന്ന് പറഞ്ഞു, പലരെയും അനുസരിച്ചു എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന ജനങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം, അവിടുന്ന് പഠിപ്പിച്ച പോലെ ഇബാദത്തുകളും അമലുകളും ചെയ്യണം എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാനാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ 1000-ലധികം മുജാഹിദ് പള്ളികളിൽ മഗ്രിബ് നമസ്കരിച്ചത് 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച അതേ രീതിയിലാണ്. ഈ പറയുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പേരും അഡ്രസ്സും എഴുതി ചോദ്യം സംഘാടകരെ ഏൽപ്പിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ, ലക്ഷക്കണക്കിന് പള്ളികളിൽ നമസ്കാരം നിർവഹിച്ചു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചാണ്, സുന്നത്തനുസരിച്ചാണ് ഞങ്ങൾ ഈ അമല് ചെയ്തത് എന്ന് പറയാൻ, എന്ന് പഠിക്കാൻ, എന്ന് അവകാശപ്പെടാൻ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്? ഇല്ല. സഹോദരങ്ങളെ, ഇന്ന് ഈ കേട്ടു നിൽക്കുന്ന എല്ലാവരും മഗ്രിബ് നമസ്കരിച്ചു കഴിഞ്ഞു, യാത്രക്കാർ ഇശ നമസ്കരിച്ചു കഴിഞ്ഞു. ഏത് പള്ളിയിലാണ് മുഹമ്മദ് നബിയുടെ മദ്ഹബുള്ളത്? ഏത് പള്ളിയിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലുള്ള നമസ്കാരമുള്ളത്? വളരെ കുറവാണ്. നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണ്ടേ, ബഹുമാനിക്കണ്ടേ? അവിടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തുകൾ നൽകിയത്, കറാമത്തുകൾ നൽകിയത് എന്തിനാ? അത് കാണിച്ചിങ്ങനെ പേടിപ്പിടിക്കുവാനും മിരട്ടാനുമായിരുന്നോ? അല്ല. അത് കണ്ടിട്ട് ആളുകൾ മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാനാണ്, അവിടുത്തെ അനുസരിക്കാനാണ്, അവിടുന്ന് കൽപ്പിച്ച പോലെ അമലുകളും ഇബാദത്തുകളും ചെയ്യാനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച മനുഷ്യന്മാർ കഷ്ടപ്പെട്ടപ്പോ, വിഷമിച്ചപ്പോ, വേദനിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു വിജനമായ സ്ഥലത്ത് ആളുകൾ നടന്നു പോകുന്ന വഴിയുടെ ഒരരികിൽ അങ്ങനെ ഇരിക്കുക. എന്താ പ്രശ്നം? വിശന്ന് പൊരിഞ്ഞിട്ട് വയ്യ. ആരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? അല്ലാഹുവിന്റെ വലിയ സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ശേഖരിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട മഹാനായ സഹാബി. അദ്ദേഹം അതാ ഒരു വഴിക്കരികിൽ വ്യസന്നവശനായി കൂനിക്കൂടിയിരിക്കുന്നു. എന്താ? ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും ഭക്ഷണം വേണോ എന്ന് ചോദിച്ചെങ്കിൽ എന്ന് പറയാൻ അവിടെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. കണ്ടപ്പോ മനസ്സിലായി, അബൂ ഹുറൈറ വാ. വീട്ടിലേക്ക് ചെന്നു. ഭാര്യമാരിൽ ഒരാളുടെ അടുക്കലേക്ക് ചെന്നു. അവിടെ ഒരു പാത്രം വെള്ളം, ഒരു കോപ്പ പാല്. ഇതെവിടുന്ന് കിട്ടിയെന്ന്? അപ്പൊ നിങ്ങൾക്ക് ഹദിയയായി ആരോ കൊണ്ടുവന്നു തന്നതാണെന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ, നീ ചെന്ന് പള്ളിയിൽ പട്ടിണി കിടക്കുന്ന 180ഓളം വരുന്ന അസ്ഹാബ് സുഫത്ത്, പള്ളിയുടെ മൂലക്കൽ ഒതുങ്ങിക്കൂടുന്ന, വീടില്ലാത്ത, കുടുംബാംഗങ്ങളില്ലാത്ത, ഭാര്യമാരില്ലാത്ത, മക്കളില്ലാത്ത കുറെ ആളുകൾ, അവരെ വിളിച്ചുകൊണ്ടുപോകാന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനസ്സിൽ വിചാരിക്കുകയാണ്, പടച്ചോനെ, ആകെ ഒരു കോപ്പ വെള്ളാവുള്ളത്, ഞാനാണിപ്പോ റസൂലുള്ളാഹിന്റെ കൂടെയുള്ളത്, വിശന്ന് പൊരിഞ്ഞിട്ട് നിൽക്കാൻ വയ്യ, എനിക്ക് തന്നെ കുടിക്കാൻ ഇത് തികയില്ല, പിന്നെ ഈ ആളുകളെയൊക്കെ വിളിക്കാൻ റസൂലുള്ള പറഞ്ഞയച്ചല്ലോ, എനിക്ക് തന്നുകൂടായിരുന്നോ എന്ന് ചിന്തിച്ച അദ്ദേഹം പോയി. പള്ളിയിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ടുവന്നോ. ആരാ? വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, വിശപ്പ് അനുഭവിക്കുന്ന ദരിദ്രരായ ആളുകൾ, വീടില്ലാത്തവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടെല്ലാം ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് റസൂല് കുടിക്കാതെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുടിക്കാതെ അബൂ ഹുറൈറയോട് പറഞ്ഞു എല്ലാവർക്കും കൊടുക്കാൻ, ഓരോരുത്തരോടും കുടിക്കാൻ പറഞ്ഞു. വീണ്ടും കുടിക്കാൻ പറഞ്ഞു, വീണ്ടും കുടിക്കാൻ പറഞ്ഞു.
ആ വിശപ്പടങ്ങുന്നത് വരെ, ദാഹമടങ്ങുന്നത് വരെ അവരോരോരുത്തരും കുടിച്ചു. എല്ലാവരും കുടിച്ചു കഴിഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറയോട് നീ കുടിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ഹുറൈറ കുടിച്ചു. വീണ്ടും കുടിക്കാൻ പറഞ്ഞു, വീണ്ടും കുടിക്കാൻ പറഞ്ഞു, വീണ്ടും കുടിക്കാൻ പറഞ്ഞു. ഇനി സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി വാങ്ങി കുടിക്കും. മുഅ്ജിസത്തല്ലേ? ആണ്. കറാമത്തല്ലേ? ആണ്. എന്തിനാ നമ്മുടെ രാജ്യത്ത് ജ്യോതിഷക്കാരുണ്ട്, ഗണികന്മാരുണ്ട്, പണിക്കന്മാരുണ്ട്, കൈനോട്ടക്കാരുണ്ട്, ശാന്തികൾ, വികാരിമാര്, പാതിരിമാര്, പുരോഹിതന്മാര്. അവര് പല കറാമത്തുകളും കാട്ടുന്നു. എന്തിനാ? അവരുടെ വ്യാപാരത്തിന് പണം തട്ടിയെടുക്കാൻ. 2 പൈസ വിലയുള്ള ചരട് മന്ത്രി ചോദിച്ചു 200 രൂപയ്ക്ക് വിൽക്കാൻ, പിഞ്ഞാണം എഴുതി കലക്കി കുടിക്കാൻ, നൂല് കെട്ടിക്കാൻ, അല്ലേ? അങ്ങനെ ജനങ്ങളുടെ പണം തട്ടിയെടുക്കാൻ. ഇതാ നമ്മുടെ പരിസരത്ത് പോലും ജ്യോത്സ്യന്മാരിയ്ക്കുന്നു. ഭാവി പറയുന്നവർ, ഭൂതം പറയുന്നവർ, വർത്തമാനം പറയുന്നവർ. അവർക്ക് പക്ഷേ ഭാവിയില്ല, ഭൂതമല്ല, വർത്തമാനമല്ല. അവർക്ക് ഇന്ന് ഈ ബിസിനസ് നടത്തിയിട്ട് വേണം കിട്ടാൻ. കടത്തിണ്ണയില് പാമിസ്റ്റായിട്ട്, കടത്തിണ്ണയില് ഒരു സ്ക്രീന്, ആ സ്ക്രീനിലൊരു കൈപ്പത്തി അടയാളം, കോൺഗ്രസ് അല്ല, ഒരു നോട്ടും ഒരു കുറച്ച് ഷീട്ടുകളും ഒരു തത്തയും, അല്ലേ? എന്നിട്ട് ആ കടത്തിണ്ണയിൽ റൂം എടുക്കാൻ പോലും കഴിവില്ലാത്ത ദൗർഭാഗ്യവാനായി അയാൾ നമ്മുടെ ഭാവി പറയാ. നമ്മളെ കണ്ടാ ഉടനെ പറയും, ഇക്കാ ചാ നല്ല ലക്ഷണം കണ്ടിട്ടോ, മുഖം കണ്ടിട്ട് തോന്നി. ഇത്തയാള് പറയും, കൊച്ചമ്മേ, ഉമ്മ, മുഖം കണ്ടിട്ട് നല്ല ലക്ഷണം ഉണ്ടോ നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ കൈ നീട്ടാൻ കൊടുക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു മോചിതത്ത് കൊടുത്തത്, കറാമത്ത് കൊടുത്തത് മതത്തെ പ്രചരിപ്പിക്കാനാ, ദീൻ വളർത്തിയെടുക്കാനാ, അല്ലാതെ പണം സമ്പാദിക്കാനല്ല. ഇങ്ങനെ ഒരുപാട് മോചിതത്തുകള്, കറാമത്തുകൾ അല്ലാഹു അവന്റെ റസൂലിനും സഹാബത്തിനും നൽകിയത്. മോചിതത്ത് പ്രവാചകന്മാർക്കും കറാമത്ത് സഹാബിമാർക്കും ഔലിയാക്കന്മാർക്കും നൽകിയത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ടാണ് ഇന്ന് മുജാഹിദുകൾ നമസ്കരിച്ചത്. നമ്മുടെ പരിസരത്ത് ഏത് പള്ളിയിലുണ്ട് അങ്ങനെയത്തെ നമസ്കാരം? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച പോലെയാണ് ഞങ്ങൾ നമസ്കരിച്ചത് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിയാരുണ്ടോ? ഏതെങ്കിലും ഒരു കാളിയാരുണ്ടോ? ഏതെങ്കിലും മൊല്ലാക്കയുണ്ടോ? മുക്രിയുണ്ടോ? ഇല്ല. അപ്പോ നമുക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ റസൂലുമാര്, അള്ളാഹുവിന്റെ അമ്പിയാൾ, അള്ളാഹുവിന്റെ മുർസലുകള് ഈ ലോകത്ത് പഠിപ്പിച്ചൊരു വിശ്വാസമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കർമ്മമുണ്ട്. ആ വിശ്വാസത്തിലേക്കും കർമ്മത്തിലേക്കും കടന്നു വരണം. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാരുണ്ട്, മുസ്ലിങ്ങളായി ജീവിക്കുന്നവർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ചവർ, അല്ലേ? അവരിൽ തീരെ നമസ്കരിക്കാത്തവരില്ലേ കൂട്ടരെ? 4 നേരം നമസ്കരിക്കുന്നവരില്ലേ? തോന്നുമ്പോൾ നമസ്കരിക്കുന്നവരില്ലേ? വെള്ളിയാഴ്ച മാത്രം പള്ളിയുമായി ബന്ധപ്പെടുന്നവരില്ലേ? മഗ്രിബിന് ഇശക്ക് മാത്രം പള്ളിയിൽ പോകുന്നവരില്ലേ? ഉണ്ട്. റമളാനില് 5 നേരവും തറാവീഹും നമസ്കരിച്ച വിദ്വാൻമാർ, റമളാനിൽ 5 നേരവും തറാവീഹും നമസ്കരിച്ച സ്ത്രീകള്, പള്ളികള് തിക്കും തിരക്കുമുണ്ടാക്കിയ കുട്ടികൾ, യുവാക്കൾ, വൃദ്ധര്, ചങ്ങാതിമാരെ റമളാൻ കഴിഞ്ഞപ്പോൾ അവരെ കാണാനുണ്ടോ? ഇതേത് നമസ്കാരമാ? ഇതേത് മതമാ? ഇതേത് വിശ്വാസമാ? ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? അല്ല. അവിടുന്ന് പഠിപ്പിച്ച് 365 നേരത്തെ ദിവസത്തെ നമസ്കാരമാണ്, 5 നേരത്തെ നമസ്കാരമാണ്, റമളാനിലും അല്ലാത്ത കാലത്തുമുള്ള നമസ്കാരമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഷളാക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളാണ് നമ്മൾ, അവിടുത്തെ ഉമ്മത്താണ് നമ്മൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തസവ്വജുൽ വലൂദ വൽ വദൂദ്, ധാരാളം സ്നേഹിക്കുന്ന, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കണേ. ഫഇന്നീ മുബാഹിൻ ബികുമുൽ ഉമമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ നിങ്ങളെയും കൊണ്ട് മത്സരിക്കണം എന്നാണ്. എന്നാൽ ജനങ്ങളെ, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളെയും കൊണ്ട് മത്സരിക്കാനുള്ളത് ഏത് വിധത്തിലാ? നമസ്കരിക്കാത്ത കാഫിറുകളെ കൊണ്ട് മുഹമ്മദ് നബിക്ക് അവിടെ മത്സരിക്കാൻ പറ്റുമോ? സകാത്ത് കൊടുക്കാത്തവരെ കൊണ്ട് റസൂലുള്ളാഹിക്ക് അഭിമാനിക്കാൻ പറ്റുമോ? നോമ്പ് നോൽക്കാത്തവരെ കൊണ്ട് റസൂലുള്ളാഹിക്ക് അഭിമാനിക്കാൻ പറ്റുമോ? ഇല്ല. സ്ത്രീധനം വാങ്ങുന്നവരെ കൊണ്ട്, കൈക്കൂലി വാങ്ങുന്നവരെ കൊണ്ട്, പലിശ ഈടാക്കുന്നവരെ കൊണ്ട്, പലിശ കൊടുക്കുന്നവരെ കൊണ്ട്, കള്ളു കുടിക്കുന്നവരെ കൊണ്ട്,
തമ്മാടിത്തങ്ങൾ ചെയ്യുന്നവരെ കൊണ്ട്, പഴകിയ പഴങ്ങളും വാടിയ പച്ചക്കറികളും കേടുവന്ന വസ്തുക്കളും കീറിയ തുണിത്തരങ്ങളും വിറ്റ് കാശാക്കുന്നവരെ കൊണ്ട് പരലോകത്ത് വെച്ച് പടച്ചതമ്പുരാന്റെ മുമ്പിൽ അല്ലാഹുവേ ഇതാ എന്റെ സമുദായം എന്ന് പറഞ്ഞ് അഭിമാനിക്കുവാൻ റസൂലുള്ളാഹിക്ക് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് റസൂലുള്ളാഹിയോട് സ്നേഹമുള്ള, അല്ലാഹുവോട് സ്നേഹമുള്ള, അല്ലാഹുവിനെ ആരാധിക്കുവാൻ തയ്യാറുള്ള ആളുകളായി നാം മാറണം. നമ്മുടെ വിശ്വാസം ശരിയാകണം, നമ്മുടെ കർമ്മം ശരിയാകണം, നമ്മുടെ ധർമ്മം ശരിയാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു സഹാബിമാരോട്, ഇന്നി ലഅൻദുർ ഇലാ ഹൗളി അൽആൻ, ഞാനിതാ എന്റെ ഹൗലുൽ കൗസറിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മരിക്കാൻ പോവുകയാണ്. ഇനി അധികം ദിവസമില്ല, സമയമില്ല. അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്. ആ ഹൗലുൽ കൗസറിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹൗലുൽ കൗസർ? എന്താണ് ഹൗലുൽ കൗസർ? അത് മധുരോദാരമായ ഒരു ജലാശയമാണ്. വലിയ ഗംഭീരമായ ജലാശയമാണ്. ആകാശത്തിലെത്ര നക്ഷത്രങ്ങളുണ്ടോ അത്രയും കോപ്പകൾ അതിലുണ്ട്. ഒരിക്കൽ വെള്ളം കുടിച്ചാൽ പിന്നെ ദാഹം വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹൗലുൽ കൗസറിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുക്കിത്തരുന്നത് കുടിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിന് ഹൗലുൽ കൗസറിൽ നിന്ന് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതാ അവിടേക്ക് വരാൻ കഴിയാതെ കുറച്ചാളുകൾ മാറി നിൽക്കുന്നു. അവരെ കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലാകുന്നു അത് എന്റെ സമുദായമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് പറയുകയാണ്, ഉസൈഹാബി, അതാ എന്റെ ചങ്ങാതിമാർ, എന്റെ പൊന്നു ചങ്ങാതിമാർ. ആര്? എന്റെ കൊച്ചു ചങ്ങാതിമാർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, യാ മുഹമ്മദ്, മുഹമ്മദേ, ഇന്നക ലാ തദ്രി, നിനക്കറിഞ്ഞുകൂടാ, മാ അഹ്ദസു ബഅദക, താങ്കളുടെ കാലശേഷം അവർ ചെയ്ത ബിദ്അത്തുകൾ, അങ്ങയുടെ കാലശേഷം അവർ ചെയ്ത ബിദ്അത്തുകൾ എന്താണെന്ന് അങ്ങേക്കറിഞ്ഞുകൂടല്ലോ. രണ്ട് കാര്യം. ഒന്ന് മുസ്ലിം സമുദായം ബിദ്അത്ത് ചെയ്യും. രണ്ട്, റസൂൽ അത് അറിയുകയില്ല. റസൂലുള്ളാഹിന്റെ തിരുശരീരം മദീനയിൽ മസ്ജിദുൻ നബവിയിൽ റൗള ശരീഫിന്റെ അപ്പുറത്ത് വിശുദ്ധമായ മഖ്ബറയിൽ ചീഞ്ഞു പോകാതെ നശിച്ചു പോകാതെ കിടക്കുന്നുണ്ട്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. എന്നിട്ട് മുസ്ലിം സമുദായം ചെയ്യുന്ന ബിദ്അത്തുകൾ അവിടുന്ന് അറിയുന്നില്ല. ശരി, ഇത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയും? നമ്മളോട് സ്നേഹമുള്ളവനാണ് റസൂലുള്ളാഹ്. മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇദത്തുൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിങ്ങൾക്കിതാ ഒരു ഉപദേശം വന്ന് കിട്ടിയിരിക്കുന്നു, അല്ലേ? ഹുദൻ ബിഹി ശിഫാഉൽ ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് ശിഫയുണ്ട്. വഹുദൻ വറഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, അത് വിശ്വാസികൾക്ക് സന്മാർഗമാണ്, കരുണയാണ്. അതുപോലെ ഖദ് ജാഅകും റസൂലുൻ, ഇതാ നിങ്ങൾക്ക് ഒരു പ്രവാചകൻ വന്ന് കിട്ടിയിരിക്കുന്നു. മിൻ അൻഫുസിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രവാചകൻ. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ വളരെ താല്പര്യമുള്ളവൻ. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നത് സഹിക്കാൻ കഴിയാത്തവൻ. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ വളരെ താല്പര്യമുള്ളവൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് ദയയും വാത്സല്യവും ഉള്ളവൻ. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ വാക്ക് കേൾക്കുമ്പോൾ എന്ത് പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അല്ലാഹുവേ, എന്റെ സമുദായം അറിയാതെ ചെയ്തു പോയതാ, അവര് ബിദ്അത്ത് അറിയാതെ ചെയ്തു പോയതാ, അതുകൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുമെന്നല്ലേ? എന്നാൽ അങ്ങനെയല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമത്രേ, സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, എന്റെ കാലശേഷം എന്റെ മതത്തെ മാറ്റിമറിച്ചവർ ദൂരെ പോകട്ടെ. അല്ലാഹുവിനോട് റസൂൽ ഗെറ്റ് ഔട്ട് പറയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനാൽ ജനങ്ങളെ, ഹൗലുൽ കൗസർ കുടിക്കാൻ സാധിക്കണമെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആട്ടിയ കറ്റാതിരിക്കണമെങ്കിൽ എന്തു വേണം? നമ്മൾ വിശ്വാസം ശരിപ്പെടുത്തണം, കർമ്മം ശരിപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കുമുണ്ട് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു,
എല്ലാ നബിമാരും അവരുടെ പ്രാർത്ഥനകൾ ദുനിയാവിൽ വെച്ച് തന്നെ ചോദിച്ചു വാങ്ങി. വഅന യഖ്തബഉതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മത്തി യൗമൽ ഖിയാമ. ഞാനാകട്ടെ എനിക്ക് അല്ലാഹു അനുവദിച്ചെന്ന പ്രാർത്ഥന ഞാനിപ്പോൾ ചോദിക്കുന്നില്ല, എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നില്ല, എന്റെ സമുദായത്തിന് വേണ്ടി ഇപ്പോഴും ഞാൻ ചോദിക്കുന്നില്ല. പിന്നെയോ ഖിയാമത്ത് നാളിൽ ശഫാഅത്തായി എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ അത് നീട്ടി വെച്ചിരിക്കുകയാണ്. ആ പ്രാർത്ഥന, ആ ശുപാർശ ലഭിക്കും ലിഉമ്മത്തി എന്റെ സമുദായത്തിന് യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ. ആർക്ക്? മൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ, മൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാത്തവർക്ക്. അതിനാൽ ജനങ്ങളെ, മുസ്ലിങ്ങളിൽപ്പെട്ട ശിർക്ക് ചെയ്യുന്നവർക്ക് അത് കിട്ടുകയില്ല എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. അപ്പൊ മുസ്ലിങ്ങളിൽ ചിലർ ശിർക്ക് ചെയ്യും എന്നതിനർത്ഥം വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഹുദൈഫത്തുൽ യമാനി ഒരു ചരട് കണ്ട മനുഷ്യന്റെ കയ്യിൽ ചരട് കണ്ടപ്പോൾ അത് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഈ ആയത്തോതി. സൂറത്ത് യൂസുഫിലെ വചനം എന്താണ്? 105-ാമത്തെ വചനം എന്താ പറയുന്നത്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരിലധികം പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് മുശ്രിക്കുകളായിക്കൊണ്ടാണ്. ആരായിക്കൊണ്ട്? മുശ്രിക്കുകളായിക്കൊണ്ട്. ആര്? മുഅ്മിനുകൾ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ. ശ്രീരാമനിൽ വിശ്വസിക്കുന്നവരെ പറ്റിയല്ല, യേശുവിൽ വിശ്വസിക്കുന്നവരെ പറ്റിയല്ല, ശബരിമലയ്യപ്പന്റെയോ ഗുരുവായൂരപ്പന്റെയോ മാഹിയിലെ കൊച്ചുത്രേശിയുടെയോ അനുയായികളെ പറ്റിയല്ല, മറിച്ച് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെ പറ്റി. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് ആരാ പറയുന്നത്? ഖുർആൻ പറയുന്നു. ഖുർആൻ പറയുന്നു, സൂറത്ത് യൂസുഫിൽ പറയുന്നു. അതുകൊണ്ട് ജനങ്ങളെ, ശിർക്ക് മുസ്ലിങ്ങളിലും വരും. അശ്ശിർക്കു ഫീക്കും അഖ്ഫാ മിൻ ദബീബിൻ നംലി. ഉറുമ്പരിക്കുന്നതിനേക്കാളേറെ രഹസ്യമായിട്ടാണ് ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരിക. എങ്ങനെ? ഉറുമ്പരിക്കുന്നതിനേക്കാളേറെ രഹസ്യമായിട്ടാണ് ശിർക്ക് നിങ്ങളിലേക്ക് വരിക എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനാൽ നമ്മളിൽ ശിർക്ക് വന്നാൽ മറ്റുള്ളവരിൽ ശിർക്ക് വന്ന പോലെ, കാഫിറുകളിൽ ശിർക്ക് വന്ന പോലെ, ജൂതന്മാരിൽ ശിർക്ക് വന്ന പോലെ, ക്രിസ്ത്യാനികളിൽ ശിർക്ക് വന്ന പോലെ, മക്കത്തെ മുശ്രിക്കുകളിൽ ശിർക്ക് വന്ന പോലെ ആണ്. അല്ലാഹു പറയുകയാണ്, ലഇൻ അശ്റക്ത, മുഹമ്മദേ നീയാണ് ശിർക്ക് ചെയ്തതെങ്കിലും. ആരോടാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. മുഹമ്മദേ അങ്ങാണ് ശിർക്ക് ചെയ്തതെങ്കിലും ലയഹ്ബതന്ന അമലുക, അങ്ങയുടെ അമലുകൾ തീർച്ചയായും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടകാരികളിൽ പെട്ടുപോവുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രിയങ്കരനായ പടപ്പായ അഷ്റഫുൽ ബശർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമയോട് പറയുകയാണ്. അതിനാൽ ശിർക്ക് നമ്മളിൽ വന്നാലും, റസൂലുള്ളാഹിയിൽ വന്നാലും, സഹാബിമാരിൽ വന്നാലും എല്ലാം ശിർക്ക് തന്നെയാണ്. ഹുദൈഫത്തുൽ യമാനി വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരിലധികം പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് മുശ്രിക്കുകളായിക്കൊണ്ടാണ്, ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടാണ് ആയത്തോതിയത്. അമുസ്ലിമിനോടല്ല, ജൂതനോടല്ല, ക്രിസ്ത്യാനിയോടല്ല, മുസൽമാനോടാണ്. അതുകൊണ്ട് ജനങ്ങളെ, നമ്മളിൽ ശിർക്ക് വരരുത്. വരുന്നുണ്ടോ ഇല്ലേ? നമ്മുടെ വിശ്വാസം ശരിയാണോ അല്ലേ? നമ്മുടെ കർമ്മം ശരിയാണോ അല്ലേ? ധർമ്മം ശരിയാണോ അല്ലേ? അതാണ് നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു സൂറത്തു ജിന്നിൽ, ഖുൽ നബിയേ നീ പറഞ്ഞു കൊടുക്ക്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. اللهم رب هذه الدعوة التامة والصلاة القائمة محمد رسول الله قل إنما أدعو ربي, പറയൂ ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. പറയൂ, എന്താ പറയേണ്ടത്? എല്ലാവരെയും വിളിക്കും എന്ന് പറയാനാണ് നമ്മുടെ നാട്ടിൽ ചില ഉസ്താദുമാർ നമ്മളോട് പറയുന്നത്. അല്ലാഹു അല്ലാത്തവരെ വിളിക്കൂ,
അള്ളാഹു അല്ലാത്തവരോട് ചേർന്നോളൂ, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്തോളൂ എന്നാണ് ഉസ്താദുമാർ നമ്മളോട് പറയുന്നത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മുഹമ്മദേ നീ ഇങ്ങനെ പറയണം, എന്ത്? ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഞാൻ ആരെയും ശിർക്ക് വെക്കുകയില്ല. അപ്പോൾ ജനങ്ങളെ നമ്മൾ പറയേണ്ടതെന്താ? റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന്. മുഹൈദ്ദീൻ ശൈഖ് റബ്ബാണോ? യേശു റബ്ബാണോ? ശ്രീരാമനോ ശ്രീകൃഷ്ണനോ റബ്ബാണോ? അല്ല. ഇഫായി ശൈഖോ മമ്പറന്നങ്ങളോ പുത്തമ്പള്ളി വലിയോ ഉള്ളാളന്തങ്ങളോ നാഗൂർ അജ്മീർ അർവാടി ഔലിയാക്കന്മാരോ നമ്മുടെ റബ്ബുകളാണോ? അല്ല. റബ്ബ് ഏകനാണ്. അത് സർവശക്തനായ അല്ലാഹുവാണ്. അത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ബൗദ്ധരെയും ജൂതരെയും ജൈനരെയും പടച്ച തമ്പുരാനാണ്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും പടച്ച തമ്പുരാനാണ്. അവന് ബിംബമുണ്ടോ? ചാറമുണ്ടോ? ദർഗയുണ്ടോ? ഇല്ല. അവൻ പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ ആണോ? അല്ല. അവന് മണ്ഡപമോ ശ്രീകോവിലോ അൾത്താരയോ പ്രതിഷ്ഠയോ ഉണ്ടോ? ഇല്ല. അവന് പൂരമോ മഹോത്സവമോ പള്ളിപ്പെരുന്നാളോ യാഗമോ ഹോമമോ ഉറൂസ് മുബാറക്കോ അപവാണിഭമോ ആവശ്യമുണ്ടോ? ഇല്ല. നിവേദ്യം സമർപ്പിക്കണോ? കാണിക്ക വെക്കണോ? തേങ്ങ ഉടക്കണോ? ജാറം മൂടണോ? മെഴുകുതിരി വേണോ? ചന്ദനത്തിരി വേണോ? ഒന്നും വേണ്ട. അപ്പോ പടച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് പ്രഖ്യാപിക്കാനാണ് ജനങ്ങളെ? അത് നമ്മൾ പ്രഖ്യാപിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രഖ്യാപനം കേട്ടു, ആ കൽപ്പന കേട്ടു. അനുസരിച്ചോ? ഇല്ലേ? അനുസരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ അനുസരിക്കുന്ന കൂട്ടത്തിലാണോ അനുസരിക്കാത്ത കൂട്ടത്തിലാണോ? നഊദു ബില്ലാഹ്, അനുസരിക്കുന്ന കൂട്ടത്തിലാ. ശരി ജനങ്ങളെ, അല്ലാഹു പഠിപ്പിച്ച തൗഹീദ്, അല്ലാഹു പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്തവരോടും കൂടി ദ്വാരക്കാനുള്ളതാണോ? അല്ലേ? ഇന്ന് ഒരാൾ അല്ലാഹുവോട് മാത്രം ദുആയിരുന്നാൽ, അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിച്ചാൽ, അല്ലാഹുവോട് മാത്രം ഇസ്തിഗാസ ചെയ്താൽ അവനെ സുന്നിയായി അംഗീകരിക്കോ? സമസ്തയായി അംഗീകരിക്കോ? മഹല്ലിൽ മെമ്പർഷിപ്പ് കൊടുക്കോ? ഇല്ല. അപ്പോ എന്താ കൊടുക്കാത്തത്? നിസ്കരിക്കാത്തത് കൊണ്ടാണോ? സ്ത്രീധനം വാങ്ങുന്നത് കൊണ്ടാണോ? പലിശ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് കൊണ്ടാണോ? അനിസ്ലാമിക വേഷം ധരിച്ചത് കൊണ്ടാണോ? സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടാണോ? നോമ്പെടുക്കാത്തത് കൊണ്ടാണോ? അല്ല. മറിച്ച് അല്ലാഹു അല്ലാത്തവരോട് ദ്വാരക്കാത്തത് കൊണ്ട്. ആരോട്? ശ്രീരാമനോട് ദ്വാരക്കണമെന്നാണോ? അല്ല, അത് പാടില്ല. ഈസാ നബിയോട് ദ്വാരക്കണമെന്നാണോ? അത് പാടില്ല. മറിയം ബീവിയോട് ദ്വാരക്കണമാണോ എന്നാണോ? അല്ല. പിന്നെയോ മുഹൈദ്ദീൻ ശൈഖിനോട്, റിഫായി ശൈഖിനോട്, മനമ്പത്ത ബീവിയോട്, ഉള്ളാളം തങ്ങളോട് ദ്വാരക്കണം. അപ്പോ അത് ചെയ്യണമെന്നത് സുന്നി ആദർശമാണ്, അല്ലേ? അപ്പോൾ അത് സുന്നികളുടെ നേതാവാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു കൽപ്പിച്ചത് ആരോട് ദ്വാരക്കാനാ? അന്നുള്ള ആധാര. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മുഹൈദ്ദീൻ ശൈഖ് മുതൽ ഒരുപാട് ആളുകളുണ്ട്, അല്ലേ? അല്ലേ? ആണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഹൈദ്ദീൻ ശൈഖില്ല, റിഫായി ശൈഖില്ല, അമ്പരന്തങ്ങളോ പുത്തമ്പള്ളി വലിയോ നാഗൂർ അജ്മീർ അർവാടി ഔലിയാക്കന്മാരോ ഉള്ളാളന്തങ്ങളോ ഒന്നുമില്ല. ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ ശബരിമലയ്യപ്പനെയോ ഗുരുവായൂരപ്പനെയോ ഒന്നും അവർക്ക് പരിചയമില്ല. അവർക്ക് പരിചയമുള്ള മഹാത്മാക്കളായ ആളുകളാരാ? അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അല്ലാത്ത ആരോടാ ദുആ ചെയ്തത്, ഇസ്തിഗാസ ചെയ്തത്? ഈ സംസാരം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അറിവുണ്ടോ? ഉസ്താദുമാർ അല്ലാഹു അല്ലാത്തവരോട് ദ്വാരക്കണമെന്ന് പറയാറില്ലേ? അതിന് ആയത്തും ഹദീസുകളും ഓതാറില്ലേ? സംഭവങ്ങളും കഥകളും പറയാറില്ലേ? ശരി, ആ ആയത്തുകൾ ഇറങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ ആയത്തുകൾ റസൂലുള്ളാഹിയാണ് ഓതിക്കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഹദീസുകൾ പറഞ്ഞു കൊടുത്തത്. ആ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അല്ലാത്ത ആരോടാണ് ദുആ ചെയ്തത്? ആരോടാണ് ഇസ്തിഗാസ ചെയ്തത്? ഏതെങ്കിലും ഒരാളുടെ പേര് പറയാമോ? എങ്കിൽ പ്രസംഗം നിർത്തി നമുക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന് പിരിഞ്ഞു പോകാം. ഇല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ, നീ പറഞ്ഞു കൊടുക്കുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഞാൻ ആരെയും പങ്കുചേർക്കുകയില്ല, ശിർക്ക് വെക്കുകയില്ല എന്ന് തന്നെയാണ്. അതല്ലേ സത്യം?
ശരി, മഹാത്മാക്കളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മഹാത്മാക്കളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചത് അവിടുന്ന്. മഹാത്മാക്കൾക്ക് കറാമത്തുണ്ടെന്നും അംബിയാ മുർസലുകൾക്ക് മുഅ്ജിസത്തുണ്ടെന്നും പഠിപ്പിച്ചത് അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. അല്ലേ? മഹാത്മാക്കളും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കാൾ വലുതാണ് മഹാത്മാക്കളും മുഹമ്മദ് മുസ്തഫായും തമ്മിലുള്ള ബന്ധം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1, 2, 3, 4, 5, 6, 7 ആകാശങ്ങളിൽ മിഅ്റാജിന് കയറിപ്പോയിട്ടുണ്ട്. 12 നബിമാരെ കണ്ടിട്ടുണ്ട്. അവിടെ ഇമാമായി നമസ്കരിച്ചിട്ടുണ്ട്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് 10 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഒക്കെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അല്ലേ? നേർക്ക് നേരെ കണ്ടിട്ടുണ്ട്. അവരുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി വന്ന 10.5 കൊല്ലം ജീവിച്ചു. ആ 10.5 കൊല്ലത്തിനിടയിൽ എന്തെന്ത് കുതൂഹലങ്ങൾ, എന്തെന്ത് ബഹളങ്ങൾ, എന്തെന്ത് പ്രശ്നങ്ങൾ, 177 യുദ്ധങ്ങൾ, മുനാഫിക്കുകളുടെ കുത്തിത്തിരിപ്പുകൾ, കുതന്ത്രങ്ങൾ, ശിർക്ക് ചെയ്യുന്ന ഈസാ നബിയോട് ദ്വാരക്കുന്നവരും ഇബ്രാഹിം നബിയോട് ദ്വാരക്കുന്നവരും, അങ്ങനെ എല്ലാ വർഗങ്ങളും വിഭാഗങ്ങളും സഖ്യമായി, കക്ഷിയായി, ഒറ്റക്കെട്ടായി റസൂലുള്ളാഹിയെ എതിർത്തിട്ടുണ്ട്. 12 ഭാര്യമാർ റസൂലുള്ളാഹിക്കുണ്ടായതുകൊണ്ട് ആ ഭാര്യമാരും നബിയും തമ്മിൽ കശപിശകൾ ഉണ്ടായിട്ടുണ്ട്. അവർ റേഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടി സമരം നടത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി 1 മാസം താഴേക്കിറങ്ങാതെ വീടുകളിലേക്ക് പോകാതെ തട്ടുംപുറത്ത് കയറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടെങ്ങാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും താൻ നേരിൽ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട ആ മഹാത്മാക്കളായ പരിശുദ്ധന്മാരായ അല്ലാഹുവിന്റെ അടുത്ത ആളുകളായ ആ അംബിയാവിനോട് എപ്പോഴെങ്കിലും ഒന്ന് ഇസ്തിഗാസ ചെയ്തോ? ഇല്ല, ഇല്ല. സഹാബത്ത് ചെയ്തോ? ഇല്ല. എന്തേ ചെയ്യാത്തത്? അവര് മഹത്വക്കളാണെന്ന വിവരം നമ്മളെക്കാൾ അവർക്കറിയില്ലേ? അറിയാം. അവിടുന്നല്ലേ ഇത് പഠിപ്പിച്ചു തന്നത്, അവിടുന്നല്ലേ ഇത് കണ്ടത്, അവിടുന്നല്ലേ ഇതൊക്കെ കേട്ടത് ആണ്. എന്തേ ചങ്ങാതിമാരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10.5 കൊല്ലം അതിനുശേഷം ജീവിച്ചിട്ട് ദ്വാരക്കാഞ്ഞത്? സഹാബിമാര് 100 കൊല്ലത്തോളം ജീവിച്ചിരുന്നു. സഹാബിമാര് 100 കൊല്ലത്തോളം ജീവിച്ചിരുന്നു. എന്തേ അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും ഒന്ന് ദ്വാരക്കാഞ്ഞത്? നമ്മളോ? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അല്ലാഹുവോട്. അല്ലാഹു ഒന്നേ ഉള്ളൂ. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു ഉള്ളവനാണ്, അവൻ എന്നെന്നുമുള്ളവനാണ്. അല്ലേ? അവൻ സകല സൃഷ്ടികളെക്കാളും വ്യത്യാസപ്പെട്ടവനാണ് എന്ന് പഠിക്കുന്നു. അല്ലാഹു ഒന്നേ ഉള്ളൂ. ആ അല്ലാഹുവോട് റസൂലുള്ളാഹി 1000 പ്രാർത്ഥനകൾ നടത്തി. ഓരോ ദിവസവും റസൂലുള്ളാഹി അല്ലാഹുവേ പൊറുക്കണേ, റബ്ബിഗ്ഫിർ വർഹം ഇന്നക അൻതത് തവ്വാബുർ റഹീം, റബ്ബേ പൊറുക്കണേ, റബ്ബേ കരുണ കാണിക്കണേ എന്ന് റസൂലുള്ളാഹി ഒരു ദിവസം 100 പ്രാവശ്യം പറയുന്നു. പിന്നെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ, നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും, ഉറക്കത്തിലും ഉണർച്ചയിലും, യുദ്ധത്തിലും സന്ധിയിലും സമാധാനത്തിലും, കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപാടിലും, വസ്ത്രം ധരിക്കുമ്പോഴും അഴിക്കുമ്പോഴും, ചെരുപ്പഴിക്കുമ്പോഴും ധരിക്കുമ്പോഴും, പള്ളിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും, വാഹനത്തിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും, വീട്ടിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും, അങ്ങനെ 100,000 സന്ദർഭങ്ങളിൽ ആവശ്യമായ ദിക്റുകളും ദുആകളും എല്ലാം അല്ലാഹുവോട് നടത്തുന്നത് നമ്മൾ റിക്കാർഡിൽ വായിക്കുന്നു. ജനനം മുതൽ മരണം വരെ, പുലരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ. എന്നാൽ അല്ലാഹു ഏകനാണ്, ഒന്നുണ്ടായിട്ട് എത്ര? എന്നാൽ അല്ലാഹു അല്ലാത്തവരോ ഒരുപാടുണ്ട്. 1.25 ലക്ഷം നബിമാരുണ്ട്. അവര് 25 ആളുകളുടെ പേര് ഖുർആനിലുണ്ട്. 12 ആളുകളെ റസൂലുള്ളാഹി നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോ ഈ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരുവൻ മാത്രമായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോടും നമ്മൾ ഒരിക്കൽ പ്രാർത്ഥിക്കേണ്ടത് 1000 തവണയാണെങ്കിൽ ഒറ്റക്ക് 1000 വട്ടമാണ്. അത് മുഹീദ്ദീൻ ശൈഖിനോട്. മുഹീദ്ദീൻ ശൈഖ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ
അംബിയാഇന്റെ താഴെയാണെന്ന് എല്ലാവർക്കും അറിയാം. മുർസലുകളുടെ താഴെയാണ് അംബിയാ. മുർസലുകളിൽ ഉലുൽ അസ്മിന്റെ താഴെയാണ് മറ്റു മുർസലുകൾ. ഉലുൽ അസ്മിൽ മുഹമ്മദ് നബിയുടെ താഴെയാണ് മറ്റു ഉലുൽ അസ്മ. അപ്പോ ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് ബാക്കി ഉലുൽ അസ്മിൽപ്പെട്ട 4 നബിമാർ, നോഹ് അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂന്നാമത്തെ കാറ്റഗറി 313 റസൂലുമാർ. നാലാമത്തെ കാറ്റഗറി അതിൽപ്പെട്ട 1.25 ലക്ഷത്തിലെ ബാക്കി നബിമാർ. അത് കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറി, നാലാമത്തെ കാറ്റഗറി അബൂബക്കർ റളിയല്ലാഹു അൻഹു, അഞ്ചാമത്തെ കാറ്റഗറി ഉമർ റളിയല്ലാഹു അൻഹു, ആറാമത്തേത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഏഴാമത്തേത് അലി റളിയല്ലാഹു അൻഹു, പിന്നെ അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട ബാക്കി ആളുകൾ, പിന്നെ മുഹാജിറുകൾ, പിന്നെ അൻസാർ, അതിൽ ബദറിൽ പങ്കെടുത്തവർ, അങ്ങനെ 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 ഒരുപാട് കാറ്റഗറി. അതിന്റെ താഴെയാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ സ്ഥാനം. അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോലും നമ്മൾ 1000 വട്ടം വേണമെന്നാണ് നമ്മുടെ ഉസ്താദുമാർ നമ്മളെ പഠിപ്പിച്ചത്, അല്ലേ? എങ്കിൽ ചങ്ങാതിമാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവാചകന്മാരോട് എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം, അവരെ പേര് എത്ര പ്രാവശ്യം പറയണം? സഹാബിമാര് മുഹമ്മദ് നബിയുടെ പേര് എത്ര പ്രാവശ്യം പറയണം? ഏതെങ്കിലും ഒരു സഹാബി ഒരു 10,000 വട്ടോ 1,00,000 വട്ടോ യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞ പോലെ മുഹമ്മദ് നബിയുടെ പേര് പറഞ്ഞതുവായിരുന്നോ? സിദ്ദീഖുൽ അക്ബറിന്റെ പേര് പറഞ്ഞതുവായിരുന്നോ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് പറഞ്ഞതുവായിരുന്നോ? ഇല്ല. ജനങ്ങളെ, നിങ്ങൾ ചിന്തിക്കാത്തത് എന്താ? കേൾക്കുന്നില്ലേ? കാണുന്നില്ലേ? ചോദിക്കൂ ഉസ്താദുമാരോട് എന്താ വിഷയമെന്ന്. മക്കത്ത് ഇബ്രാഹിം നബിയെ കാക്കണേന്ന് ദുആയിരക്കുന്നവന്റെ പേരെന്താ? ഇബ്രാഹിം നബിയെ എന്ന് ഇസ്തിഗാസ ചെയ്യുന്നവന്റെ പേരെന്താ? മുസ്ലിം എന്നാണോ മുശ്രിക്ക് എന്നാണോ? മുസ്ലിം എന്നാണോ മുശ്രിക്ക് എന്നാണോ? ഉറപ്പാ മുശ്രിക്ക് എന്നാണ്. ഈസാ നബിയെ കാക്കണെന്ന് ദുആയിരക്കുന്ന ഒരാളുടെ പേരെന്താ? മുശ്രിക്ക് എന്നാണോ കാഫിർ എന്നാണോ? കാഫിർ എന്ന്, നസറാണി എന്ന്, അല്ലേ? മറിയം ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ പേരെന്താ? കാഫിർ എന്നോ മുസ്ലിം എന്നോ? ചങ്ങാതിമാരെ, നമുക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പോ ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ പേര് മുശ്രിക്ക്, മുഹീദ്ദീൻ ശേഖനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ പേരോ സുന്നി. അപ്പൊ സുന്നി എന്ന അർത്ഥം എന്താ ചങ്ങാതി? ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുടെ പേര് കാഫിർ, അല്ലേ? റിഫായി ശേഖനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുടെ പേരോ സുന്നി. മറിയം ബീവിയെ വിളിച്ച് പ്രാർത്ഥിച്ച കാഫിർ, മനമ്പത്ത ബീവിയെ വിളിച്ച് പ്രാർത്ഥിച്ചാലോ സുന്നി. അപ്പൊ സുന്നി എന്ന അർത്ഥം എന്താ? ഇത് അള്ളാഹുവിന്റെ മതമാണോ? ഇത് റസൂലിന്റെ മാർഗമാണോ? ഇത് സഹാബത്തിന്റെ ചര്യയാണോ? താബികളുടെ മാർഗമാണോ? അല്ല. നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു സഹാബി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ദുആ ചെയ്തിട്ടുണ്ടോ? മുസ്ലിമാകുന്നതിന്റെ മുമ്പ് ഉണ്ട്. മുസ്ലിമാകുന്നതിന്റെ മുമ്പ് ഉണ്ട്. മുസ്ലിമായ ശേഷം ഏതെങ്കിലും ഒരു സഹാബി അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും ദുആ ചെയ്തതായി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്ന് എഴുതി കൊടുത്തേക്കൂ, നമുക്ക് പ്രസംഗം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരിൽ ആരെങ്കിലും ഷഹാദത്ത് കലിമ ചൊല്ലിയ ശേഷം പിന്നെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്തേ ദുആ ചെയ്തത്? മുശ്രിക്കായ കാലത്ത് മുസ്ലിമാകുന്നതിന് മുമ്പ്, ഷഹാദത്ത് കലിമ ചൊല്ലുന്നതിന് മുമ്പ് അവിടെയുള്ള മനുഷ്യന്മാർ വിശ്വസിച്ചത് ഇബ്രാഹിം നബി ഇലാഹാണ് എന്നാണ്, ഇസ്മായിൽ നബി ഇലാഹാണെന്നാണ്, ഈസാ നബി ഇലാഹാണെന്നാണ്, മറിയം ബീവി ഇലാഹാണെന്നാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുമില്ല. അങ്ങനെ ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു. അതിനൊരുപാട് തെളിവുകൾ അവർ പറഞ്ഞു, അതിനൊക്കെ മറുപടിയും പറഞ്ഞു, മറുപടിക്ക് മറുപടി പറഞ്ഞു, ഖണ്ഡന മണ്ഡനങ്ങൾ നടത്തി, വാദപ്രതിവാദങ്ങൾ നടത്തി. അവസാനം ആ മനുഷ്യന്മാർക്ക് മനസ്സിലായി അല്ലാഹു അല്ലാതെ ഇലാഹില്ല. അങ്ങനെ അവർ ഷഹാദത്ത് കലിമ ചൊല്ലി. അപ്പോൾ അവരുടെ മനസ്സിലുള്ളത്, വിശ്വാസത്തിലുള്ളത് എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇലാഹല്ല, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇലാഹല്ല, ഈസാ നബി ഇലാഹല്ല, മറിയം ബീവി ഇലാഹല്ല. അപ്പൊ പിന്നെ ഇലാഹല്ല എന്ന നിലക്ക് ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ഈസാ നബിയോടും മറിയം ബീവിയോടും സഹാബിമാര് ദ്വാരക്കണ്ടേ? ദ്വാരുന്നില്ല. എന്തേ? ബഹുമാനമില്ലാഞ്ഞിട്ടാണോ?
നബിമാർക്ക് മോചനത്തില്ലാഞ്ഞിട്ടാണോ? വലിയത്തുല്ലാഹി മറിയമിന് കറാമത്തില്ലാഞ്ഞിട്ടാണോ? വലിയത്തുല്ലാഹി മറിയം റളിയല്ലാഹു അൻഹ എവിടെയാ താമസിക്കുന്നത്? പള്ളിയിൽ. അപ്പൊ ജനങ്ങളെ, അത് മുജാഹിദ് പള്ളിയോ സുന്നി പള്ളിയോ? മറിയം ബീവി താമസിക്കുന്നത് എവിടെയാ? പള്ളിയില്. അള്ളാഹു എന്താ മറിയം ബീവിയോട് പറഞ്ഞത്? ഇറങ്ങു പുറത്ത് എന്നാണോ? അല്ല, യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅർ റാകിഈൻ. ഓ മറിയമേ, നിന്റെ റബ്ബിനെ വണങ്ങ്, നമസ്കരിക്കുന്ന പുരുഷന്മാരുടെ കൂടെ നീ നമസ്കരിക്ക്. റുകൂഉം സുജൂദും ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെ നീ നമസ്കരിക്ക്. അപ്പോ ആ പള്ളിയിലെ ഇമാമു സുന്നിയോ മുജാഹിദോ? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. മറിയം ബീവി സുന്നിയോ മുജാഹിദോ? അള്ളാഹു സുന്നികളുടെ ഭാഗത്തോ മുജാഹിദുകളുടെ ഭാഗത്തോ? ഖുർആനിലെ ആയത്ത് സുന്നികളുടെ ഭാഗത്തോ മുജാഹിദുകളുടെ ഭാഗത്തോ? നിങ്ങൾ ചിന്തിക്കൂ. സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കൂ. ചിന്തിക്കണം. ഖുർആനാ പറയുന്നത്. അപ്പോ മറിയം റളിയല്ലാഹു അൻഹ കറാമത്തുണ്ട്. ആ കറാമത്ത് എന്താ? കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ലോക്കൽ ഗാർഡിയനാണ്. മറിയം ബീവിയുടെ വാപ്പ കൃഷിക്കാരനാണ്. മറിയം ബീവിയെ പള്ളിയിലേക്ക് നേർച്ചയാക്കിയതാ. സക്കരിയ നബി പറഞ്ഞില്ല പെണ്ണിനെ നേർച്ചയാക്കാൻ പറ്റൂല, പള്ളിയിൽ പെണ്ണിനെ നേർച്ചയാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല, താമസിപ്പിക്കുകയാണ്. അങ്ങനെ സക്കരിയ നബി മറിയം ബീവി താമസിക്കുന്നിടക്ക് ചെല്ലുമ്പോൾ, ഭക്ഷണവുമായി ചെല്ലുമ്പോൾ ഭക്ഷണത്തിന്റെ ആവശ്യമില്ല അവൾക്ക്. എന്താ കാരണം? ലോകത്തെങ്ങും കിട്ടാത്ത ഭക്ഷണം അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അന്നാലക്കി ഹാദാ, എവിടുന്നേ ഇത് മോളെ? സക്കരിയ നബി ചോദിക്കുകയാണ്. മറിയം ബീവിയുടെ മറുപടി മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ നിന്നാണ്. കറാമത്തല്ലേ? നബിയായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അറിയാതെ വലിയത്തുല്ലാഹിയായ മറിയം റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു ഭക്ഷണം കൊടുത്തു. സക്കരിയ നബി അറിഞ്ഞിട്ടില്ല. കറാമത്തല്ലേ? ആണ്. ഈ കറാമത്തിന്റെ ഉടമയായ മറിയം ബീവിയെ സഹാബിമാരാരെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചോ? ഇസ്തിഗാസ ചെയ്തോ? ഇല്ല. ചെയ്താൽ അവരുടെ പേരെന്താ? കാഫിർ, നസ്രാണി അല്ലേ? ചങ്ങാതിമാരെ, ഇത് ആർക്കാ മനസ്സിലാകാത്തത്? അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞാൻ ആരെയും പങ്കുചേർക്കുകയില്ല എന്നാണ്. ശരി, അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുന്നത് ശിർക്കാണ്. ശിർക്ക് ചെയ്താൽ നഷ്ടപ്പെട്ടു പോകും. ശിർക്ക് ചെയ്താൽ നരകത്തിൽ പോകും. ആർക്കാ സംശയമുള്ളത്? സൂറത്തുൻ നിസാഇൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ശിർക്ക് ഒരിക്കലും പൊറുക്കുകയില്ല. അതിന് താഴെയുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാമെന്ന്. ശിർക്ക് അല്ലാഹു പൊറുക്കുകയില്ല. അതുകൊണ്ട് ജനങ്ങളെ, നമ്മൾ ശിർക്ക് ചെയ്താൽ നമുക്ക് അല്ലാഹു പുറത്തു തരികയില്ല. നമ്മളെ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ ഒരുപാടുണ്ടാകും. മനുഷ്യനാണ്. കുല്ലു ബിനി ആദം ഖത്താ, കുല്ലു ബിനി ആദം ഖത്താ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആദമിന്റെ സകല സന്തതികളും തെറ്റുപറ്റുന്നവരാണ്. വഖൈറുൽ ഖത്വാഇന തവ്വാബൂൻ, തെറ്റുപറ്റുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മുടെ തൗബ കൊണ്ട് മാത്രം ചിലപ്പോൾ കാര്യമുണ്ടായില്ലെന്ന് വരാം. അതുകൊണ്ടാണ് മയ്യത്ത് നമസ്കാരം പഠിപ്പിച്ചത്. എന്താ? നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ കൽപ്പിച്ചത്. അത് ചെറിയവർ വലിയവരോട് പറയണം, വലിയവർ ചെറിയവരോട് പറയണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു ഉംറക്ക് പോകുന്നതറിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുമ്പോൾ പറഞ്ഞു, യാ തൻസന ലാ തൻസന യാ ഉഖയ്യ ഫി ദുആഇക്, മോനെ, എന്റെ പൊന്നു സഹോദര, നിന്റെ പ്രാർത്ഥനയിൽ നീ എന്നെ മറക്കല്ലേ. അപ്പോ മയ്യത്ത് നമസ്കാരം പഠിപ്പിച്ചത് അതിനാ. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ പഠിപ്പിച്ചത്, തവസ്സുൽ ചെയ്യാൻ പഠിപ്പിച്ചത് അതിനാ. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടെങ്കിലും പരലോകത്ത് രക്ഷപ്പെടാൻ അല്ലേ? എന്നാൽ ആരുടെ പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിക്കാം? അതിന് കണ്ടീഷനുണ്ട്.
അതെന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹ് ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. എന്താണ്? ഒരു മുസൽമാൻ മരിച്ചാൽ 40 ആളുകൾ ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ ആ ആൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചാൽ അവരുടെ ശുപാർശ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. അതുകൊണ്ട് ജനങ്ങളെ, ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാനുണ്ടാകണം. ചിന്തിക്കുക തൗഹീദുള്ള മക്കളെ, അള്ളാഹുവിനോട് മാത്രം ദുആയിരക്കുന്നവരെ, അള്ളാഹുവോട് മാത്രം ഇസ്തിഗാസ ചെയ്യുന്നവരെ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന നിർവഹിക്കുന്നവരെ, നമ്മൾ മരിച്ചാൽ 40 ആളുകൾ, ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാനുണ്ടാകുമോ? അപ്പോ അല്ലാഹുവല്ലാത്തവരോട് ദുആയിരക്കുന്നവരെ, നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ല, നമ്മുടെ ശുപാർശ അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശയെ പറ്റി ഞാൻ പറഞ്ഞു. എന്താണത്? ഫഹിയനായിലത്തുൻ ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്റെ ശുപാർശ കിട്ടും. ലി ഉമ്മത്തി, എന്റെ സമുദായത്തിന്. ആർക്ക്? മൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ, ശിർക്ക് ചെയ്യാത്തവർ. ആർക്കാ കിട്ടുക? ശിർക്ക് ചെയ്യാത്തവർക്ക്. ശിർക്ക് ചെയ്യുന്നവർക്ക് റസൂലിന്റെ ശുപാർശ കിട്ടുകയില്ല. അപ്പോൾ ജനങ്ങളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനല്ലേ നമ്മൾ നബിദിനം കഴിച്ചത്, റാലി നടത്തിയത്, അല്ലേ? മംഗൂസ് മൗലിദ് കഴിച്ചത്, ഒരുപാട് മൗലിദുകൾ ആചരിച്ചത്. അതെ. എന്നാൽ ആ റസൂലുള്ളാഹി നമ്മളെ സ്വീകരിക്കുവോ? ആ റസൂലുള്ളാഹിക്ക് നമ്മളുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു സമ്മതം കൊടുക്കുവോ? ഇല്ല. മൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ, ശിർക്ക് ചെയ്യാത്തവർക്ക് വേണ്ടി മാത്രമേ റസൂലുള്ള പ്രാർത്ഥിക്കുകയുള്ളൂ, റസൂലുള്ള ശുപാർശ ചെയ്യുകയുള്ളൂ. എന്തിനായി ശുപാർശ? 14 തരം ശുപാർശയുണ്ട്. വിചാരണക്കെടുക്കാൻ വേണ്ടി ശുപാർശയുണ്ട്. അത് വിചാരണക്കെടുക്കണേ എന്ന പടച്ചോനോടുള്ള ശുപാർശ ആർക്ക് വേണ്ടിയും അല്ലാഹു സ്വീകരിക്കും. കാരണം എന്താ? മുസ്ലിങ്ങളെ മാത്രം വിചാരണ ചെയ്യാ? അല്ല, എല്ലാ മനുഷ്യരെയും വിചാരണ ചെയ്യും. പിന്നെന്താ ശുപാർശ? നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശുപാർശയാ. അതിനാണ് കണ്ടീഷൻ. ശിർക്കുണ്ടാകരുത്. അതുകൊണ്ട് ജനങ്ങളെ, ശിർക്ക് ഒഴിവാക്കണം. ശിർക്ക് ചെയ്ത റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന കിട്ടൂല, അല്ലാഹു പുറത്തു കൊടുക്കൂല, അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. മയ്യുശ്രിക ബില്ലാഹ് ഇന്നഹു മയ്യുശ്രിക ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നത്, സൂറത്തുൽ മാഇദയിൽ കാണാം 72ാമത്തെ വചനം, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു. ശിർക്ക് ചെയ്താൽ സ്വർഗ്ഗം ഹറാമാണ്. ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് ശിർക്ക് ചെയ്യരുത്. എന്തൊക്കെയാ ശിർക്ക്? അതൊന്ന് അല്ലാഹു പറഞ്ഞു, ഇന്നമാ അദു റബ്ബി, പറയൂ ഞാൻ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഞാൻ ആരെയും പങ്കുചേർക്കുകയില്ല. ഒന്ന് അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ. 2 അല്ലാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയാണ്. നേർച്ച ഇബാദത്താണ്. ആർക്കും ലോകത്ത് തർക്കമില്ല. നേർച്ച ഇബാദത്താണ്. നേർച്ച പുണ്യകർമ്മമാണ്. പുണ്യകർമ്മം ആർക്ക് വേണ്ടി ചെയ്യണം? പുണ്യകർമ്മം ആർക്കു വേണ്ടി ചെയ്യണം? ഉണ്ടയിൽ നിങ്ങൾക്ക് കാണാം, ഉണ്ട സുന്നി കിതാബാണ്, അതിൽ നിങ്ങൾക്ക് കാണാം ലില്ലാഹി അലയ്യ കദ, അല്ലാഹുവിന് വേണ്ടി ഞാൻ ഇന്ന കാര്യം നിർബന്ധമാക്കുന്നു എന്നാണ് അതിന്റെ വാചകം. നേർച്ച ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹു വേണ്ടി ഞാൻ ഇന്ന കാര്യം നിർബന്ധമായും ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അതാണ് നേർച്ചയുടെ നിയ്യത്തിന്റെ വാചകം. അപ്പോ മൊഹീദ്ദീൻ ശൈഖിന് വേണ്ടി നേർച്ച പറ്റുമോ? റിഫായി ശൈഖിന് വേണ്ടി നേർച്ച പറ്റുമോ? മമ്പറമ്പങ്ങൾക്ക് വേണ്ടി നേർച്ച പറ്റുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നേർച്ച ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കാരണം നേർച്ച ഇബാദത്താണ്. നേർച്ച ഇബാദത്താണ്. 3 അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കൽ. മൻ ദബഹ ലിഗൈരില്ലാഹി ഫഖദ് അശ്റക, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്താൽ ശിർക്കാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ബലി ഇബാദത്താണ്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും,
അതിന്റെ ഇറച്ചിയോ അതിന്റെ ചോരയോ അല്ലാഹുവിങ്കൽ എത്തുന്നില്ല. അതിലെ തഖ്വയാകുന്നു എത്തുന്നത്. അപ്പൊ തഖ്വയാണ് ബലിയുടെ അടിസ്ഥാനം. അപ്പൊ തഖ്വയോടുകൂടിയാണ് ബലിയെറുക്കേണ്ടത്. ആ തഖ്വക്ക് പകരം അല്ലാഹു അല്ലാത്തവർക്കുള്ള തഖ്വയായാലോ ശിർക്കായി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്ത ശിർക്ക് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന റുഖാവ തമായിമ വത്തിവലത ശിർകുൻ. ഐക്കല്ല്, ഉറുക്ക്, ഏലസ്, ചരട്, നൂല് എന്നിവ ശിർക്കാണ്. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരാണ് ചങ്ങാതിമാരെ ഐക്കല്ല്, ഉറുക്ക്, ഏലസ്, ചരട് കെട്ടിത്തരുന്നത്? ശ്രീരാമന്റെ ആളുകളാണോ? ശ്രീകൃഷ്ണന്റെ ആളുകളാണോ? യേശുവിന്റെ ആളുകളാണോ? അല്ല. പിന്നെയോ നമ്മുടെ സ്വന്തം ഉസ്താദുമാർ, നമ്മുടെ സ്വന്തം മൗലിയന്മാര്, കാളിയന്മാരും വല്ലാക്കന്മാരും മുക്രിമാർ. ഏലസ്, ചരട്, ഐക്കല്ല്, ഉറുക്ക്, നൂല് കെട്ടിത്തരുന്നത് ആരാ? മുസ്ലിങ്ങൾ. അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞു? ശിർക്കാണ് എന്ന്. മൻ അല്ലഖഹാ വഖദ് അശ്റക. ഐക്കല്ല് കെട്ടിയവൻ, ഉറുക്ക് കെട്ടിയവൻ, നൂല് കെട്ടിയവൻ മുശ്രിക്കാണ്. മുശ്രിക്കാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജനങ്ങളെ, ശിർക്കിന്റെ ഇനങ്ങളാണ് ഈ പറഞ്ഞത്. ഈ ശിർക്കിലേതെങ്കിലും ഒന്ന് ചെയ്താൽ നരകത്തിൽ പോകേണ്ടി വരും. നരകത്തിന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസം ശരിയാകണം. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മം ശരിയാകണം. എന്നിട്ട് നമുക്ക് അല്ലാഹുവോട് യാചിക്കാം. അപ്പൊ റസൂലിന്റെ ശുപാർശയുണ്ടാകും, റസൂലുമാരുടെ ശുപാർശയുണ്ടാകും, നബിമാരുടെ ശുപാർശയുണ്ടാകും, മലായിക്കത്തിന്റെ ശുപാർശയുണ്ടാകും, നമ്മളോടിയ മുസ്ഹഫിന്റെ ശുപാർശയുണ്ടാകും, സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരുടെ ശുപാർശയുണ്ടാകും. അങ്ങനെ ചെറുപ്പത്തിൽ മരിച്ചുപോയ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശുപാർശയുണ്ടാകും. നമ്മൾ എവിടെ വെച്ച് സൽക്കർമ്മം ചെയ്തോ ആ സൽക്കർമ്മം ചെയ്ത സ്ഥലം നമുക്ക് വേണ്ടി സാക്ഷി പറയും. നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത്, വിജനമായ സ്ഥലത്തെത്തി നമസ്കരിക്കേണ്ട സമയമായാൽ ഉറക്ക ബാങ്കും ഇഖാമത്തും കൊടുക്കണം. അത് കേൾക്കുന്ന മൃഗങ്ങള്, ജീവികള്, കൃമികള്, പ്രാണികള്, കീടങ്ങള്, മനുഷ്യര്, കല്ലുവരെ പരലോകത്ത് സാക്ഷ്യം പറയും. ശ്രദ്ധിക്കണേ, മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ, അല്ലാഹുവേ പുറത്തു കൊടുക്കുന്ന പറയാൻ, അല്ലാഹുവേ കബൂൽ ചെയ്യുന്ന പറയാൻ, അല്ലാഹുവേ സ്വീകരിക്കുന്ന പറയാൻ ഒരുപാട് ഉണ്ടാകും. പക്ഷേ ശിർക്കുണ്ടാകരുത്. അതിനാൽ ജനങ്ങളെ, അല്ലാഹു അല്ലാത്തവരോട് ദുആരക്കരുത്, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യരുത്. ശരി ജനങ്ങളെ, എന്തിനാ അല്ലാഹു അല്ലാത്തവരോട് ദുആരക്കുന്നത്? എന്തിനാ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുന്നത്? അല്ലാഹുവോട് ദുആരക്കുന്നതിന്റെ ആവശ്യം നമുക്കറിയാം. അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആരക്കലാകുന്ന ഇബാദത്ത്. ദുആ ഇബാദത്താകുന്നു. നമ്മളൊരു കാര്യം, ഹലാലായ ഒരു കാര്യം, നമ്മൾ 1000 വട്ടം ദുആയിരുന്നാൽ, 10000 വട്ടം ദുആയിരുന്നാൽ, 1,00,000 വട്ടം ദുആയിരുന്നാൽ, കോടി പ്രാവശ്യം ദുആയിരുന്നാലും അതിനെല്ലാം കൂലി കിട്ടും. അതെല്ലാം ഇബാദത്താണ്. അല്ലാഹു അത് നിറവേറ്റി തന്നാലും ഇല്ലെങ്കിലും, പരലോകത്തേക്ക് നീട്ടിവെച്ചാലും, അത് ക്യാൻസൽ ചെയ്താലും ദുആ ഇബാദത്താണ്. അല്ലാഹുവോടുള്ള ദുആ അല്ല, അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ ഇബാദത്താവോ? അല്ലാഹുള്ള ഇല്ല. അല്ലാഹുവിനുള്ള ദുആ ഫർള. അല്ലാഹുവോട് ദുആർക്കൽ നമുക്ക് നിർബന്ധ അല്ലേ? അല്ലാഹുവോട് ദുആർക്കാത്തവൻ മുസ്ലിമാവോ? അല്ലാഹുവോട് ദുആ ഇറക്കാത്തവൻ മുസ്ലിമാവോ? അല്ലാഹു അല്ലാത്തവരോ അല്ലാഹുവോട് പ്രാർത്ഥിക്കാത്തവൻ മുസ്ലിമാണോ? അല്ലാഹുവോട് ഇസ്തിഗാസ ചെയ്യാത്തവൻ മുസ്ലിമാവോ? ഇല്ല. എന്നാൽ അല്ലാഹു അല്ലാത്തവരോട് ദുആരക്കാനോ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ടോ? അത് ഫർളാണോ? അത് സുന്നത്താണോ? അത് ഹലാലാണോ? അല്ല. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു ദുആ ഖുർആനിലോ സുന്നത്തിലോ വന്നത്? അല്ലാഹു അല്ലാത്തവരോടുള്ള ഒറ്റ ദുആ ഖുർആനിലോ സുന്നത്തിലോ വന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരോടാ ദുആർന്നത്? റസൂലുള്ളാഹ്. സഹാബത്താരോടാ ദുആർന്നത്? ഇന്ന ആളോട് ദുആർക്കണം എന്ന് പറയുന്നു. എന്ത്? മൊഹീദ്ദീൻ ശൈഖിനോട്, റിഫായി ശൈഖിനോട്, അല്ലേ? പാട്ടുകളിലും മാലകളിലും മൗലീദുകളിലും അതൊക്കെ പറയുന്നുണ്ട്. ശരി. എന്നാൽ നേതാക്കന്മാരുടെ നേതാവായ, പണ്ഡിതന്മാരുടെ പണ്ഡിതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
1.5 ലക്ഷം വരുന്ന സഹാബിമാരോട് ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. എങ്കിൽ ജനങ്ങളെ, നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് ദ്വാരക്കുന്നത് എന്തിനാ? അള്ളാഹിനോട് ദ്വാരക്കുന്നത് അള്ളാഹിന്റെ മക്കളിൽ നിന്ന് പരലോകത്ത് പ്രതിഫലം കിട്ടാനാ, ഇവിടെ ചോദിക്കുന്നത് കിട്ടാനാ. എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് ദ്വാരക്കുന്നത് എന്തിനാ? അള്ളാഹുവിങ്കിലേക്ക് അടുക്കാനാണോ? അള്ളാഹുവിങ്കിലേക്ക് അടുക്കാനാണോ? എങ്കിൽ അള്ളാഹു എവിടെയാ? മൊഹീദ്ദീൻ ശേഖ് എവിടെയാ? ബഗ്ദാദിലും. ഇഫായി ശേഖ് എവിടെയാ? ഈജിപ്തിലും. ഉമർ ഖാലിയർ എവിടെയാ? വെളിയങ്കോട്. സയ്യിദ് മദനി എവിടെയാ? ഉള്ളാളത്ത്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി എവിടെയാ? അജ്മീറിലും. സുൽത്താൻ ബാദുഷാ ഇബ്രാഹിം എവിടെയാ? ഏർവാടിയിൽ. ആണ്ടവർ എവിടെയാ? നാഗൂറിൽ. ഫാത്തിമത്തു സുഹറ എവിടെയാ? മനമ്പത്ത്. വടകരത്തങ്ങൾ എവിടെയാ? പാലക്കാട്. 40 അടി അവലി എവിടെയാ? വണ്ടിത്താവളത്ത്. അള്ളാഹു എവിടെയാ? ആകാശലോകത്തുള്ള അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. വഹുവ മഅക്കും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായാലും വഹുവ മഅക്കും. അല്ലേ? മായകൂന മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹു. 3 ആളുകൾ സ്വകാര്യമായി സംഭാഷണം നടത്തുമ്പോൾ 4ാമതായി അള്ളാഹു ഉണ്ട്. സ്ത്രീധനം പണമായോ പണ്ടമായോ പറമ്പായോ അറയായോ വിസയായോ ജോലി വാഗ്ദാനമായോ ചോദിക്കുന്ന കൊടുക്കുന്ന ദുഷ്ട ജനങ്ങളെ, നമ്മുടെ സ്വകാര്യമായ അടക്കം പറച്ചിലുകൾ, വേറെ പോലീസ് അറിയരുത്, ഇന്നയാളറിയരുത് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കാതെ കാണാതെ സ്ത്രീധനം കൊടുക്കാനോ വാങ്ങാനോ പറ്റുമോ? ഇല്ല. സൂക്ഷിച്ചോ. അള്ളാനെ കൊഞ്ഞനം കാട്ടലാണ് രഹസ്യ സംഭാഷണം. എങ്ങനെ? ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നത്, രഹസ്യമായി ചെയ്യുന്നത് അള്ളാനെ അപമാനിക്കല. കാരണം അള്ളാഹു കാണാതെ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു ഉണ്ട്. അവനെല്ലാം കാണുന്നുണ്ട്, അവനെല്ലാം കേൾക്കുന്നുണ്ട്, അവനെല്ലാം അറിയുന്നുണ്ട്. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. فإذا سألك عبادي أني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. നോമ്പിന്റെ വിധിവിലക്കുകൾ പറയുന്ന സൂറത്തുൽ ബഖറയിലെ 184, 185, 186, 187 ആയത്തുകൾ നോക്കുക. അതിനിടയിൽ നിങ്ങൾക്ക് കാണാം, വൈദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ എന്നെപ്പറ്റി എന്നോട് ചോദിച്ചാൽ, ഇന്നി ഖരീബ്, ഞാനിതാ സമീപസ്ഥനാകുന്നു, ഞാനിതാ അടുത്തുണ്ട്, ഞാനാകുന്നു അടുത്തുള്ളവൻ. അല്ലേ? ശ്രീരാമൻ അയോധ്യയിലാണ്, അയ്യപ്പൻ ശബരിമലയിലാണ്, അമ്മ കൊടുങ്ങല്ലൂരിലാണ്, അമ്മ കാടാമ്പുഴയിലാണ്, കൊച്ചുത്രേസ്യ മാഹിയിലാണ്, മാതാവ് വേളാങ്കണ്ണിയിലാണ്. അല്ലാഹുവോ ഖരീബ്, അടുത്തുണ്ട്. എന്നോട് ദുആയിരന്നാൽ ദുആയിരക്കുന്നവന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകും. ഫല്യസ്തജീബൂലി, അവരതുകൊണ്ട് എന്നോട് ഉത്തരം നേടട്ടെ. വല്യുമിനൂബി, അവരെന്നെ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർശുദൂനെങ്കിൽ അവർ സന്മാർഗികളായേക്കാം. ജനങ്ങളെ, ഈ ആയത്തുകൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഈ വസ്തുത മനസ്സിലാകുന്നില്ലേ? എന്താണ് സംശയമുള്ളത്? എന്താണ് മനസ്സിലാകാൻ പ്രയാസമുള്ള കാര്യം? ഇല്ല. എന്ന് മാത്രമല്ല, വനഹ്നു നഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, ഖുർആൻ സൂറത്ത് ഖാഫിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നത് എന്താണെന്ന് നാം അറിയുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ ജീവനാഡിയെക്കാളേറെ, കഴുത്തിലെ ഞരമ്പിനെക്കാളേറെ, ജീവന്റെ ഞരമ്പിനെക്കാളേറെ നാം മനുഷ്യനോട് അടുത്തവനാണ്. നമ്മളെക്കാൾ അടുത്തല്ല നമ്മുടെ ജീവന്റെ നാഡി. എന്നാൽ ആ ജീവനാഡിയെക്കാളേറെ നമ്മളോട് ഏറ്റവും അടുത്തവനാകുന്നു റബ്ബ്. നമ്മോടടുത്തതാണ് ജീവന്റെ നാഡി, അതിനേക്കാൾ അടുത്തതാണ് റബ്ബ്. ഇത്രയും അടുത്തുള്ള റബ്ബിനെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ ബഗ്ദാദിലേക്ക് പോകേണ്ടതുണ്ടോ? നാഗൂറിലേക്ക് പോകേണ്ടതുണ്ടോ? അജ്മീറിലേക്ക് പോകേണ്ടതുണ്ടോ? ഉള്ളാളത്തേക്ക് പോകേണ്ടതുണ്ടോ? പാപ്പിനിശ്ശേരിയിലേക്ക് പോകണോ? വടകരയിലേക്ക് പോകണോ? പാലക്കാട്ടേക്ക് പോകണോ? ഭീമാപ്പള്ളിയിലേക്ക് പോകണോ? പുത്തമ്പള്ളിയിലേക്ക് പോകണോ? മുനമ്പത്തേക്ക് പോകണോ? വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാരഖിലം 1.25 ലക്ഷം നബിമാര് നിന്നേടത്ത് നിന്ന് റബ്ബിനോട് ദുആ ചെയ്യുകയാണുണ്ടായത്. ഇടയിൽ ആരെയും നിർത്താതെ, മധ്യസ്ഥന്മാരില്ലാതെ, ഇടയാളന്മാരില്ലാതെ, മധ്യവർത്തികളില്ലാതെ.
ഒന്ന്, അല്ലാഹുവല്ലാത്തവരോട് ദുആയിരക്കുന്നതിന്റെ ഉദ്ദേശം അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണെങ്കിൽ അടുത്തവൻ അല്ലാഹുവാണ്. ചങ്ങാതിമാരെ, അല്ലാഹുവോട് നമ്മളെ അടുപ്പിക്കാൻ മാത്രം യോഗ്യരായ ആള് ലോകത്താരാവുള്ളത്? കാരണം നമ്മളെക്കുറിച്ച് അല്ലാഹു അറിയുന്നതിനേക്കാളേറെ, നമ്മളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതിനേക്കാളേറെ വേറെ ആരെങ്കിലും നമ്മളെ അറിയും? നമ്മളുടെ ശരീരം നമ്മൾ മുഴുവൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളെ മൊഹീദ്ദീൻ ശൈഖോ റിഫായി ശൈഖോ കണ്ടിട്ടുണ്ടോ? മമ്പറന്നങ്ങളോ പുത്തമ്പള്ളി വലിയോ കണ്ടിട്ടുണ്ടോ? നാഗൂർ, അജ്മീർ, ഏർവാടി ഔലിയാക്കന്മാര് കണ്ടിട്ടുണ്ടോ? ഇല്ല. അള്ള കണ്ടിട്ടില്ലേ? ഉണ്ട്. അള്ള അറിയില്ലേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന്? അള്ളാഹു അറിയും. വേറെ ആർക്കറിയാം? വേറെ ആർക്കറിയാം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ അടുക്കൽ നിങ്ങൾ വാദിക്കാൻ വേണ്ടി, കേസ് വാദിക്കാൻ വേണ്ടി വരും. വാക്ക് സാമർഥ്യം കൊണ്ടൊരു പക്ഷേ തെറ്റ് ചെയ്തവൻ ശരി ചെയ്തവനായി അവതരിപ്പിക്കും. ഞാൻ അവന് വേണ്ടി അനുകൂലമായി ചിലപ്പോ വിധിക്കും. പക്ഷേ അറിയണം, ഞാൻ ബാഹ്യമായ നിലക്കാണ് വിധിക്കുന്നത്. വല്ലാഹു യതവല്ല സറായിർ, രഹസ്യത്തിന്റെ കാര്യം ഏറ്റെടുക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് അനധികൃതമായി അന്യായമായി ഞാൻ വല്ലവർക്കും വല്ലതും വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധിയിലൂടെ അവൻ നേടിയെടുക്കുന്നത് നരകത്തിന്റെ ഒരു കഷണമാണെന്ന് അവൻ മനസ്സിലാക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? എങ്കിൽ ചങ്ങാതിമാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞ കാര്യം അറിയില്ല, അല്ലാഹുവിനറിയും. എന്താ അല്ലാഹു പറഞ്ഞത്? ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലെ മറഞ്ഞ കാര്യം അല്ലാഹുവല്ലാതെ മറ്റാരും അറിയില്ല. ജനങ്ങളെ, സുനാമി ഉണ്ടായല്ലോ. ശ്രീ ശ്രീ മാതാമൃതാനന്ദമയി ദേവി ഉണ്ടായിരുന്നു. വടകരയിലെ ആരിഫി തങ്ങൾ ഉണ്ടായിരുന്നു. എന്താ ആരിഫി തങ്ങൾ എന്ന് പറഞ്ഞാൽ? ആരിഫി തങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അറിയാവുന്നവനായ തങ്ങൾ. അന്യ സ്ത്രീകളെ ചുംബിക്കുന്ന, തന്റെ ഭാര്യയെ അന്യപുരുഷന്മാർക്ക് ചുംബിക്കാൻ വിട്ടുകൊടുക്കുന്ന ജീവിച്ചിരിക്കുന്ന ഔലിയ വടകരയിൽ ആരിഫി തങ്ങൾ. നിങ്ങൾ അന്വേഷിക്കണം. അതുപോലെ ആചാര്യ രവിശങ്കർ ഉണ്ടായിരുന്നു. ഒരുപാട് സാദാത്തുകൾ, ആരിഫുകൾ ഉണ്ടായിരുന്നു. ഔലിയാക്കന്മാർക്ക് മറഞ്ഞ കാര്യം അറിയുമെന്നല്ലേ ഉസ്താദുമാര് പറയുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത്, ലോകത്ത് കുറച്ച് ഔലിയാക്കന്മാരില്ലായിരുന്നോ? അവര് മറഞ്ഞ കാര്യം അറിയില്ലേ? അറിയും. എന്നിട്ട് ഏതെങ്കിലും ഒരു ഔലിയ പറഞ്ഞോ? ഏതെങ്കിലും ഒരു തങ്ങൾ പറഞ്ഞോ? ഏതെങ്കിലും ഒരു ബീവി പറഞ്ഞോ? ഏതെങ്കിലും ഒരു അമ്മ പറഞ്ഞോ? ദേവീദേവന്മാര് പറഞ്ഞോ? സന്യാസിമാര്, മഹർഷിമാർ, ഔലിയാ, തങ്ങന്മാര്, ബീവിമാര് പറഞ്ഞോ? ജനങ്ങളെ, സുനാമി വരാൻ പോകുന്നു, ഒന്ന് മാറിക്കോ എന്ന്? ഇല്ല. ചെന്നൈയിൽ വെള്ളപ്പൊക്കമുണ്ടായില്ലേ? മഹാരാഷ്ട്രയിൽ ഭൂകമ്പമുണ്ടായില്ലേ? തീവണ്ടി അപകടങ്ങൾ ഉണ്ടായില്ലേ? ചെറുതും വലുതുമായ ഒരുപാട് വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായില്ലേ? ആയിരം ആളുകൾ മരിച്ചില്ലേ? ഒലിച്ചുപോയില്ലേ? കോടിക്കണക്കിന് രൂപ നശിച്ചു പോയില്ലേ? ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ? ഇല്ല. എന്തേ? അറിഞ്ഞിട്ട് പറയാതിരുന്നതാണോ? അത്രക്ക് കണ്ണിച്ചോരയില്ലാത്ത ദുഷ്ടമൃഗങ്ങളാണോ ഔലിയാക്കന്മാർ? അല്ല. പിന്നെന്തേ പറ്റി? അറിയില്ല. ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലെ മറഞ്ഞ കാര്യം അല്ലാഹുവല്ലാതെ മറ്റാരും അറിയില്ല. നടന്നു പോകുമ്പോ ഒരു കുപ്പിച്ചില്ലോ, ഒരു പാമ്പോ തേളോ പഴുതാരയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അതറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂലേ, മക്കളെ പോണ്ട, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, ഒരു പാമ്പുണ്ട് എന്ന്? അല്ലേ? അത്രയും കണ്ണുചോരയില്ലാത്തവരാണോ നമ്മുടെ രാജ്യത്തെ ഔലിയാക്കന്മാർ? അല്ല. പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്നു, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലെ മറഞ്ഞ കാര്യം അല്ലാഹുവല്ലാതെ ആരും അറിയില്ല. അപ്പോ പടച്ചതമ്പുരാൻ ഏറ്റവും അടുത്തവൻ. ഇനി എന്തിനാ അല്ലാഹുവല്ലാത്തവരോട് ദ്വാരക്കുന്നത്? എന്തിനാ അല്ലാഹുവല്ലാത്തവരോട് ദ്വാരക്കുന്നത്? അല്ലാഹുവിങ്കൽ ശുപാർശ കിട്ടാനാണോ? ആണോ? അങ്ങനെയാണ് മക്കയിലെ മനുഷ്യന്മാർ വിശ്വസിച്ചത്. നമ്മളും അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? എന്താ നോക്കൂ നിങ്ങൾ, ദാഹം മൗത്തത് കൂട്ടിയിടും ബദലി, ദാഹം മൗത്തത് കൂട്ടിയിടും
ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. മരണത്തിന്റെ സമയത്ത് ഇബ്ലീസ് മനുഷ്യനെ വഴിതെറ്റിക്കുവാൻ സാധ്യതയുള്ള സമയത്ത് ബദരീങ്ങളുടെ തുണ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ആരെ തുണയാ വേണ്ടത്? ബദരീങ്ങളുടെ തുണ. മക്കത്തെ മുശ്രിക്ക് പോലും ഇങ്ങനെയുള്ള കുഫറിന്റെ പ്രാർത്ഥന നടത്തിയിട്ടില്ല. മക്കത്തെ മുശ്രിക്ക് പോലും ഇങ്ങനെയുള്ള കുഫറിന്റെ പ്രാർത്ഥന നടത്തിയിട്ടില്ല. മരണാസന്നമാകുമ്പോൾ വേറെ ആരും സഹായിക്കാനില്ലാത്ത ഘട്ടം വരുമ്പോൾ അതുപോലുള്ള സഹായത്തിന്റെ ഘട്ടങ്ങളെല്ലാം അവസാനിച്ചിട്ട് അല്ലാഹുവിനോട് കീഴ് പ്രാർത്ഥിക്കുമ്പോൾ അബൂജഹൽ പോലും അല്ലാഹുവോട് മാത്രമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അബൂജഹലിനുള്ള ഈമാൻ പോലും ജനങ്ങളെ മുസ്ലിയാക്കന്മാര് നമുക്ക് നൽകിയോ? ഉസ്താദുമാര് നമ്മളെ പഠിപ്പിച്ചോ? അല്ലേ? ബദർ യുദ്ധത്തിന് പുറപ്പെടുമ്പോ അബൂജഹല് പ്രാർത്ഥിച്ചത്, കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ ഇതാ 2 സംഘം, ഇതിൽ 2-1 സത്യത്തിലാണ്. ഏതാണ് സത്യമെന്ന് നിനക്കറിയാം. ആ സത്യത്തിന്റെ പാർട്ടിയെ അല്ലാഹുവേ വിജയിപ്പിക്കണമേ എന്നാണ്. ശരി, അബൂജഹലിന്റെ ഈമാനെങ്കിലും മതപണ്ഡിതന്മാർക്കുണ്ടായോ? മുസ്ലിയാക്കന്മാർക്കുണ്ടായോ? ചിന്തിക്കുക. സത്യമല്ലേ ഇത്? ആണ്. അപ്പോൾ അല്ലാഹുവിങ്കൽ ശുപാർശ ചെയ്യാൻ, അല്ലാഹുവിന്റെ ശുപാർശ ചെയ്യാൻ എന്നതിനേക്കാളേറെ അവരുടെ തുണ കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നിടത്തേക്ക് എത്തി സമുദായം. അല്ലാഹ് പറഞ്ഞതാണോ? അല്ല. റസൂല് പഠിപ്പിച്ചതാണോ? അല്ല. നോക്കൂ നിങ്ങൾ, ഓമാര് ശുഹദാക്കൾ എന്നൊരു വിഭാഗമുണ്ടത്രേ. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കും ഇടവണ്ണപ്പാറക്കും ഇടയിൽ ഓമാനൂർ എന്ന സ്ഥലമുണ്ട്. അവിടെ കുറെ ആണുങ്ങൾ, കുറെ ആളുകളുടെ വിറകുകൊള്ളികൾ കൊണ്ടുള്ള പൊതിരെയുള്ള അടിയേറ്റ് മരിച്ചിരുന്നു. ആ മരിച്ചവരുടെ പേരാണ് ഓമാർ ശുഹദാക്കൾ. അന്യരായ കുറച്ച് ആളുകൾ വന്നിട്ട് വടി കൊണ്ടടിച്ചപ്പോ തടുക്കാൻ കഴിയാതെ മരിച്ചു വീണവരാണവർ. എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കാനാണ് ഉസ്താദുമാർ നമ്മളോട് പറയുന്നത്. അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈകും ബിൽഗാസതി സായിലിനാ അഗീസുനാ ഇദാ ശദ്ദത് അലൈനാ കറായിബു ലൈസ ഫീഹാ മൻ യഖീനാ. ഏ ശുഹദാക്കളെ, ഞങ്ങളിതാ നിങ്ങളോട് ഇസ്തിഗാസ ചെയ്യാൻ തന്നെ ഒരുങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് വിഷമങ്ങൾ അതികഠിനമാകുമ്പോ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ. അത്തരം ഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിക്കാൻ ആരും ഇല്ല. ഇതാണ് പ്രാർത്ഥന. ജനങ്ങളെ, ഇത്ര വലിയ നിരീശ്വരവാദം, ഇത്ര വലിയ നിരീശ്വര പ്രാർത്ഥന അല്ലാഹു പോലുമില്ലാത്ത രീതിയിൽ, അല്ലാഹു പോലും രക്ഷിക്കാനില്ലാത്ത രീതിയിലുള്ള കൊടിയ ശിർക്കിന്റെ പ്രാർത്ഥന അബൂജഹലോ ഉത്ബത്തോ ഷൈബത്തോ ഫിർഔനോ ഹമാനോ ഖാറൂനോ നമ്രൂദോ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ കൂട്ടരെ? എന്നിട്ട് മുജാഹിദുകളെ കുറിച്ച് പലരും വിശ്വസിക്കുന്നു. മുജാഹിദുകൾക്ക് അള്ളയില്ല, മുജാഹിദുകൾക്ക് ദുആയില്ല, മുജാഹിദുകൾക്ക് റസൂലില്ല എന്നിങ്ങനെ. ചങ്ങാതിമാരെ, ആർക്കാണ് അള്ളയില്ലാത്തത്? മരണാസന്നനായ വ്യക്തിയോട് ബദരീങ്ങളുടെ തുണ കൊണ്ട് രക്ഷപ്പെടാൻ പ്രാർത്ഥിപ്പിക്കുകയാണ്. അല്ലേ? വിഷമങ്ങൾ അതികഠിനമാകുമ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറയിക്കുകയാണ് മുസ്ലിയാക്കന്മാര്. നമ്മുടെ നാവുകൊണ്ട് ഈ ശിർക്കിന്റെ, കുഫറിന്റെ, നിരീശ്വരത്വത്തിന്റെ പ്രാർത്ഥന ചൊല്ലിക്കുന്നത് മുസ്ലിയാക്കന്മാരല്ലേ? ജനങ്ങളെ, ഇതാണോ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്? അല്ല. ഖുർആനിലെ പ്രാർത്ഥന 165 163 എല്ലാം അല്ലാഹുവോടാണ്. ഹദീസുകളിലെ നൂറുകണക്കിന് പ്രാർത്ഥനകളുണ്ട്, എല്ലാം അല്ലാഹുവോടാണ്. റസൂലുള്ളാഹ് മരണാസന്നമായപ്പോ ബദരീങ്ങളുടെ തുണയാണോ തേടിയത്? അല്ലാഹുമ്മ ഗ്ഫിർലി വറഹംനി വജഅൽനി
والحقني بالرفيق الاعلى اللهم الرفيق الاعلى اللهم الرفيق الاعلى اللهم الرفيق الاعلى അല്ലാഹുവേ പുറത്തു വരണേ, അല്ലാഹുവേ കരുണ കാണിക്കണേ, ഏറ്റവും അത്യുന്നതനായ കൂട്ടുകാരായ അല്ലാഹുവേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആര് ചെയ്തത്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന നേരത്തെ ചെയ്തത്. എല്ലാ സഹാബിമാരും മരണമാസന്നമായപ്പോൾ അല്ലാഹുവോടാണ് പ്രാർത്ഥിച്ചത്. മുസ്ലിയാക്കന്മാര് ബദരീങ്ങളാൽ തുണ റബ്ബന, ബദരീങ്ങളുടെ തുണ ഞങ്ങൾക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിയാണോ ചങ്ങാതിമാരെ? ഇങ്ങനെയാണോ വേണ്ടത്? അല്ല. അപ്പോ അല്ലാഹുവിങ്കൽ ശുപാർശ ചെയ്യാൻ വേണ്ടി ഇവരോട് പ്രാർത്ഥിക്കുക എന്നതാണല്ലോ സംഭവം നടക്കുന്നത്. അല്ലാഹു എന്തു പറഞ്ഞു? ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞോ? ഇല്ല. ലില്ലാഹി ശഫാഅത്തു ജമീആ, ശുപാർശ മുഴുവൻ അല്ലാഹുവിനുള്ളതാണ് എന്നാണ് പറഞ്ഞത്. യൗമുൽ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ, യാതൊരുവിധ കച്ചവടവും യാതൊരുവിധ സ്നേഹബന്ധവും ശുപാർശയും ഇല്ലാത്ത ദിവസം. ലാ തുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ, ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടാത്ത ദിവസം. വലാ തുഖദു മിൻഹാ അദ്ലുൻ, യാതൊരു പകരവും സ്വീകരിക്കപ്പെടാത്ത ദിവസം. പിതാവ് മകന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ദിവസം. മകൻ പിതാവിന് വേണ്ടി അതൊന്നും ചെയ്യാൻ കഴിയാത്ത ദിവസം എന്നല്ലേ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കണം. എന്തിന് അല്ലാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുന്നു? എന്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് ദ്വാരക്കണം? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും വല്ല ന്യായവും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി കൊടുത്തേക്കും മക്കളെ. എന്ത്? അല്ലാഹു അല്ലാത്തവരോട് ദുആ ഇരക്കേണ്ട ആവശ്യകത എന്താണുള്ളത്? അല്ലാഹു പറയുന്നു അത് ശിർക്കാണ്, അത് തെറ്റാണ്, നബിയോ സഹാബത്തോ ചെയ്യാത്ത കാര്യമാണ്. അപ്പോ നമ്മൾ ആര് ചെയ്ത പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നേതാവ് ആരാ? മുഹമ്മദ് നബിയല്ലേ? നമ്മളുടെ ആളാരാ? അല്ലാഹു അല്ലേ? എങ്കിൽ ആ അല്ലാഹുവോട് ദുആ ഇരക്കുക. ചങ്ങാതിമാരെ, ഒന്നാമത്തെ വശം ഇതാണ്. എന്ത്? നമ്മുടെ വിശ്വാസം ശരിയാകണം. വിശ്വാസം ശരിയായെങ്കിൽ മാത്രമേ കർമ്മം ശരിയാവുകയുള്ളൂ. അപ്പൊ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഒരുപാട് കർമ്മം ചെയ്യുന്നവരാണ്, സംശയമില്ല. അല്ലാഹുവിനെ നമുക്ക് വേണം, അല്ലാഹുവിന്റെ സ്വർഗം നമുക്ക് വേണം, നരകശിക്ഷയിൽ നമ്മൾ രക്ഷപ്പെടണം, അല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സ്വർഗത്തിൽ കഴിയണം. എങ്കിൽ അതിനുള്ള മാർഗം എന്താണ്? അല്ലാഹു പറയുകയാണ് മുഹമ്മദ് നബിയോട് പറയാൻ, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, പറയുക ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. യുഹായി, പക്ഷേ മറ്റാർക്കുമില്ലാത്ത പ്രത്യേകത എനിക്കുണ്ട്. എന്താണത്? യുഹായിലയ്യ, എനിക്ക് വഹീ കിട്ടുന്നുണ്ട്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യൻ മാത്രമാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, അതുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടണം, പടച്ച തമ്പുരാനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പടച്ചോനെ കാണണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, നല്ല കർമ്മങ്ങൾ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, ഇബാദത്തിൽ ശിർക്ക് ചെയ്യാതിരിക്കട്ടെ, ആരോടെയും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്നാണ് അല്ലാഹു സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്തിൽ പറയുന്നത്. അപ്പോൾ എന്ത് വേണം? ഫൽയഅമൽ അമലൻ സ്വാലിഹാ, നല്ല അമൽ ചെയ്യണം. അപ്പോ വിശ്വാസം കഴിഞ്ഞാൽ നല്ല അമലുണ്ടാകണം. അതുകൊണ്ട് ചങ്ങാതിമാരെ, അമലുകളും ഇബാദത്തുകളും വർദ്ധിപ്പിക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും വൃദ്ധരും യുവാക്കളുമായ ആളുകൾ ചിന്തിക്കുക, ധാരാളം അമലുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ധാരാളം സമ്പാദിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കച്ചവടമുണ്ട്, ഏർപ്പാടുണ്ട്, ഇടപാടുണ്ട്, ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പല പണിത്തിരക്കുകളുമുണ്ട്. അത് ഈ ദുനിയാവിന് വേണ്ടിയാണ്. ദുനിയാവ് നശ്വരമാണ്. ഏതാനും ദിവസം മാത്രം, ഏതാനും മാസം മാത്രം, ഏതാനും ആഴ്ച മാത്രം, ഏറിയാൽ 63 കൊല്ലം, 70 കൊല്ലം, 80 കൊല്ലം ആ കാലഘട്ടത്തിന് വേണ്ടി എല്ലാ ദിവസവും അധ്വാനിക്കുന്നു, എല്ലാ ദിവസവും ജോലി ചെയ്യുന്നു, എല്ലാ ദിവസവും കച്ചവടം ചെയ്യുന്നു. എത്ര മണിക്കൂർ? 10, 15,
16 ഗൾഫ് നാടുകളിലാണെങ്കിൽ 20 മണിക്കൂർ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നു. അല്ലേ? 2 കൊല്ലം അവിടെ ജോലി ചെയ്യുന്നു, 2 മാസം ഇവിടെ സുഖിക്കാൻ. 2 കൊല്ലം അവിടെ ജോലി ചെയ്യുന്നു, 2 മാസം അവിടെ സുഖിക്കാൻ. എന്നാൽ 70 കൊല്ലക്കാലത്തെ ആയുസ്സിനിടയിൽ ഉറക്കം കഴിഞ്ഞാൽ, ക്ഷീണവും മയക്കവും കഴിഞ്ഞാൽ, ഭക്ഷണവും വസ്ത്രം ധരിക്കലും അലക്കലും പിടിക്കലും കഴിഞ്ഞാൽ, ജോലിയുടെ സമയം കഴിഞ്ഞാൽ പിന്നെ എത്ര മിനിറ്റാ, എത്ര മണിക്കൂറാ ഓരോ ദിവസവും നമുക്ക് ചെലവാക്കാനുള്ളത്? എന്തിനു വേണ്ടി? കോടി കൊല്ലം എന്ന് പറഞ്ഞാലും തീരാത്ത ശാശ്വതമായ സ്വർഗത്തിന് വേണ്ടി. കുറവല്ലേ? ഫർള് നമസ്കാരം കഴിഞ്ഞാൽ പൊടിയും തട്ടി മൂടും തട്ടി എഴുന്നേറ്റ് പോകുന്ന, സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത, ഫർള് നോമ്പ് കഴിഞ്ഞിട്ട് ഇന്നലെ മുതൽ തുടങ്ങിയ 6 നോമ്പിനെ പറ്റി ചിന്തിക്കാത്ത, സകാത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് സദഖയെ പറ്റി ചിന്തിക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? 1 മാസം തുടർച്ചയായി നോമ്പെടുത്തിട്ട് അതിന് യാതൊരു പ്രയാസവുമില്ല എന്ന് അനുഭവപ്പെട്ടിട്ട് പുണ്യമേറിയ 6 നോമ്പ് വൈനോമ്പ് സുന്നത്ത് നോമ്പെടുക്കാത്ത എത്രയോ ചങ്ങാതിമാരില്ലേ? സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാത്തവരില്ലേ? ദിക്റുകളും ദുആകളും നിർവഹിക്കാത്തവരില്ലേ? മതിയോ മക്കളെ, മതിയോ സഹോദരങ്ങളെ? പോരാ. അതുകൊണ്ട് പടച്ചതമ്പുരാൻ നമ്മളോട് പറയുകയാണ്, പടച്ചതമ്പുരാന്റെ പക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും, ആകാശഭൂമികളോളം വിശാലമായ അവന്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി പിടിക്കുവിൻ. ആ സ്വർഗത്തിലെ കസ്തൂരിയുടെ മൂടിയുള്ള വേണ്ടി മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ. ഒരു റാങ്ക് കിട്ടാൻ, കലോത്സവത്തിൽ, യുവജനോത്സവത്തിൽ, കോളേജോത്സവത്തിൽ ഫസ്റ്റ് കിട്ടാൻ ലക്ഷങ്ങളും കോടികളും തൊലക്കുന്ന, കഴുതക്കാല് പിടിക്കുന്ന, മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഹറാമായ റിഹേഴ്സലുകൾ നടത്തുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും രക്ഷിതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് പരലോകത്തിന് വേണ്ടിയുള്ള മത്സരത്തിലേക്കാണ്. അതുകൊണ്ട് ആഖിറത്തിന്റെ കാര്യത്തിൽ മത്സരിക്കണം. കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്യണം, സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും ചെയ്യണം. എവിടെ നന്മയുണ്ടോ എല്ലാം സ്വീകരിക്കണം, എവിടെ തിന്മയുണ്ടോ ഒഴിവാക്കണം. ചിത്തവാക്കോ ചിത്തപ്രവൃത്തിയോ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. സ്ത്രീധനം വാങ്ങുന്ന ഹറാമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. കൈക്കൂലിയും കരിഞ്ചന്തയും പൂത്തിവെപ്പും തട്ടിപ്പും വെട്ടിപ്പും പലിശയും ഒഴിവാക്കണം. ഹറാമായ വസ്ത്രം ഒഴിവാക്കണം. സിനിമകളും ഒപ്പനകളും സർക്കസുകളും ഗാനമേളകളും ഒഴിവാക്കണം. കുട്ടിയുടെ താരാട്ട് പാട്ടുകൾ പാടുന്നതും പാടിക്കുന്നതും അതിനുവേണ്ടി സംഘടിക്കുന്നതും അനാചാരമാണ്, അമുസ്ലിങ്ങളുടെ ആചാരമാണ്, ഹൈന്ദവ ആചാരമാണ്, ക്രൈസ്തവാചാരമാണ്. മക്കളെ, നമ്മുടെ ആചാരമല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വിട്ടുനിന്ന് സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും ചെയ്യണം. ശരി, അള്ളാഹുവിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വശങ്ങൾ എന്താണെന്ന് കൂടി പറഞ്ഞ് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. പടച്ചതമ്പുരാൻ ഖിയാമത്ത് നാളിൽ ആദ്യമായി ചോദ്യം ചെയ്യുന്നത് കർമ്മത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ നമസ്കാരത്തെ പറ്റിയാണ്. അസ്സലാത്തു ഖൈറു മൗളൂഇൻ, ഏറ്റവും നല്ല വിഷയമാകുന്നു നമസ്കാരം. റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു, സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചു എന്ന് നിങ്ങൾ കണ്ടോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞത് ഷാഫി മദ്ഹബ് അനുസരിച്ച് നമസ്കരിക്കാനാണോ, ഹനഫി മദ്ഹബ് അനുസരിച്ച് നമസ്കരിക്കാനാണോ, ഹംബലി മദ്ഹബ് അനുസരിച്ച് നമസ്കരിക്കാനാണോ, മാലിക്കി മദ്ഹബ് അനുസരിച്ച് നമസ്കരിക്കാനാണോ? അല്ല. പള്ളിയിൽ എങ്ങനെയാണോ അങ്ങനെ നമസ്കരിക്കുമെന്ന തബ്ലീഗ് ജമാഅത്ത് സുഹൃത്തുക്കളുടെ നയമാണോ? അല്ല.